ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് മാത്സിലെ 7ാമത്തെ യൂണിറ്റായ മൈറ്റി മൾട്ടിപ്ലിക്കേഷൻ എന്ന പാഠം നോക്കാം. ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പറയുന്നത് കൂട്ടുകാർ നോക്കൂ. ഇവിടെ കുറേ കുട്ടികളും ടീച്ചേഴ്സിനെയും കാണുന്നില്ലേ? അയനിമല ഗവൺമെൻറ് LP സ്കൂൾ ലേണിംഗ് എയ്ഡ് വർക്ക്ഷോപ്പിൻ്റെ ചിത്രമാണ് കുട്ടികൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തെല്ലാം പറയുന്നത് നോക്കൂ. The children and teachers of Ainimala LP School are preparing math box. അവർ ഒരു പ്രോഗ്രാം പ്രിപ്പയർ ചെയ്യാണ്. ചിൽഡ്രനും ടീച്ചേഴ്സും കൂടി ആനിമല LP സ്കൂളിലെ ടീച്ചേഴ്സും ചിൽഡ്രൻസും കൂടി എന്താണ് ചെയ്യുന്നത്? ഒരു മാത്ത് ബോക്സ് പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പം മാത്സിലെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയൊക്കെ ഈസി ആയിട്ട് ചെയ്യാമെന്ന് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാം. മേധാസ് മാത്ത് ബോക്സ്. See the token board in the math box മേധ made. മേധ എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടാക്കിയ ഒരു ടോക്കൺ ബോർഡ് ബോക്സ് നിങ്ങൾ നോക്കൂ. ഇവിടെ എന്തൊക്കെയാണ് പ്രത്യേകത? 3 കോളംസ് അല്ലെങ്കിൽ 3 റോസ് ഉണ്ട്, കുറേ കോളംസും ഉണ്ട്. 3 റോയിലായിട്ടാണ് ഇവിടെ ടോക്കൺസ് നിരത്തി വെച്ചത്. ഈ ടോക്കൺസ് 3 റോയിലായിട്ട് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 8 ടോക്കൺസ് ആണ് ഒരു റോയിലുള്ളത്. അങ്ങനെയുള്ള എത്ര റോകളുണ്ട്? 3 റോസ് ഉണ്ട്. ഈ 3 റോസിൽ മൊത്തം എത്ര ടോക്കൺസ് ഉണ്ടാവുന്ന കുട്ടികൾ എങ്ങനെ ചെയ്യും? മക്കൾ 1 മുതൽ 2 3 4 അങ്ങനെ ഫുൾ ആ ബോക്സിലുള്ളത് എണ്ണണം. ഇങ്ങനെ ചെറിയ ബോക്സ് ആണെങ്കിൽ നമുക്ക് ആ ബോക്സിലുള്ള ടോക്കൺസ് എണ്ണി നോക്കാൻ ഈസിയാണ്. ഇങ്ങനെ വലിയ ബോക്സ് കുറേ നമ്പേഴ്സ് ഓഫ് ടോക്കൺസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് റിപ്പീറ്റഡ് അഡീഷൻ എന്ന് പറയുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ. ഒരുപാട് പ്രാവശ്യം ഇരുന്ന് ആഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലിക്കേഷനിലൂടെ, ഗുണനത്തിലൂടെ അത് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാം. കൂട്ടുകാർ ആദ്യം എന്ത് ചെയ്യണം? ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കണം. 1 മുതൽ 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കമ്പൽസറി ആയിട്ട് പഠിക്കുക. അതിനുശേഷം ഈ ചാപ്റ്റർ പഠിക്കാനാണ് എളുപ്പമുണ്ടാവുക. അതുകൊണ്ട് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ലുക്ക് അറ്റ് ദ ടോക്കൺ ബോർഡ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. റോ 1 2 3 നമ്പർ. ഫസ്റ്റ് റോയിൽ എത്ര ഉണ്ട്? 8. അടുത്തതിലോ 8. നെക്സ്റ്റിലോ 8. ടോട്ടൽ എങ്ങനെയാണ് എഴുതാം? ഫസ്റ്റ് റോയിൽ 8, നെക്സ്റ്റ് റോയിൽ 8, അടുത്ത റോയിലും 8. എത്ര നമ്പേഴ്സ് കിട്ടി? മൊത്തം ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ മൊത്തം 24 അല്ലേ? 8 8 8 എന്ന് വെച്ചിട്ട് മൊത്തം 24. 3 rows with 8 token in each. How many token in all? 8 plus 8 plus 8. നമുക്ക് എങ്ങനെ എഴുതാം? 3 into 8 that is equal to 24. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കൂട്ടുകാർക്ക് അറിയില്ലേ? 1 into 8 8, 2 into 8 16, 3 into 8 24. അങ്ങനെ അടുത്ത പോർഷൻ നോക്കാം. Mahadev's math box. Mahadev made a different kind of token board. How many token are in it? ഇപ്പോൾ വേറൊരു കുട്ടിയാണ് മഹാദേവ്. അവന് ഉണ്ടാക്കിയ ടോക്കൺ ബോർഡ് എങ്ങനെയാണെന്ന് നോക്കൂ. അവനുണ്ടാക്കിയത് 3 എണ്ണം വെച്ചിട്ടുള്ള റോസ് ആണ്. ഫസ്റ്റ് റോൾ 3, നെക്സ്റ്റ് റോൾ 3, അടുത്ത റോൾ 3, അങ്ങനെ ഉള്ള ബോർഡാണ്, ബോക്സാണ് അവനുണ്ടാക്കിയത്. അപ്പോൾ അതങ്ങനെ എഴുതാം. 3 + 3 + 3 + 3 + 3 + 3 + 3 + 3 + 3 +. അതെങ്ങനെ എഴുതാം? 3 into 8. ഇത്രയും ത്രീസുകളെല്ലാം നമുക്ക് എഴുതി ആഡ് ചെയ്യാന്ന് പറഞ്ഞത് ഭയങ്കര ഡിഫിക്കൽറ്റിയാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? റിപ്പീറ്റഡ് അഡീഷൻ എന്ന് പറയുന്നത്, വീണ്ടും വീണ്ടും ആഡ് ചെയ്യുക എന്ന് പറയുന്നത് സിമ്പിളായിട്ട് മൾട്ടിപ്ലിക്കേഷനിലൂടെ നമുക്ക് ചെയ്യാം. അതാണ് 3 into 8. അവിടെ എന്ത് എഴുതണം? 3 into 8. 3 rows with 8 token in each. നേരത്തുള്ള കണ്ടീഷനിൽ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? 3 റോസിൽ 8 ടോക്കൺസ് ഇൻ ഈച്ച്.
അതെങ്ങനെ എഴുതി? 3 ടൈംസ് 8. ഇംഗ്ലീഷിൽ 3 ടൈംസ് 8 എന്ന് എഴുതും. മാത്സിൽ 3 ഇൻറ്റു 8 അല്ലെങ്കിൽ 3 ടൈംസ് 8 രണ്ടും സെയിം ആണ്. ഇനി മഹാദേവ് ചെയ്ത ബോക്സിൽ എങ്ങനെയായിരുന്നു? 8 റോസ് വിത്ത് 3 ടോക്കൺസ്. നേരെ തിരിച്ച് മറ്റവൾ 3 റോസിൽ 8 ടോക്കണായിരുന്നു ചെയ്തിരുന്നത്. ആര്? മേധ. ഇപ്പോൾ മഹാദേവ് എങ്ങനെയാണ് ചെയ്യുന്നത്? മഹാദേവ് ചെയ്യുന്നത് 8 റോസ് വിത്ത് 3 ടോക്കൺസ് ഇൻ ഈച്ച്. അങ്ങനെയാണ് മഹാദേവ് ചെയ്യുന്നത്. അപ്പം അവനെങ്ങനെയാണ് കിട്ടിയത്? 8 ഇൻറ്റു 3. 8 ഇൻറ്റു 3 അതിൻ്റെ ആൻസർ എന്താണ്? 24. 3 ടൈംസ് 8 ആൻഡ് 8 ടൈംസ് 3 ആർ 24, റൈറ്റ്? യെസ്. 3 into 8 is equal to 8 into 3. That is also 24. രണ്ടാൾക്കും കിട്ടിയ ആൻസർ സെയിം ആണ്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ ചെയ്താലും ആൻസർ സെയിം ആണ്. ഒന്നെങ്കിൽ 3 റോ ആക്കിയിട്ട് അതിൽ 8 ടോക്കൺസ് വെക്കുക, അല്ലെങ്കിൽ 8 റോസ് വെച്ചിട്ട് 3 ടോക്കൺസ് വെക്കുക. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത പേജ് എടുത്താലോ? അടുത്ത പേജിൽ എന്താ പറയുന്നത് നോക്കൂ. സി ഹൗ സിനു അറേഞ്ച്ഡ് 24 ടോക്കൺ ഇൻ യെറ്റ് അനദർ വേ. ഇനി സെയിം ഇതേപോലെ 24 ടോക്കൺസ് വേറൊരു കുട്ടി എങ്ങനെ ചെയ്തത് നോക്കൂ. 8 8 8 വെച്ചിട്ടുള്ള കോളംസ്. അതെങ്ങനെ ചെയ്തത്? 3 സെപ്പറേറ്റ് കോളംസ് റോസ് ആക്കിയിട്ട് ആ റോസിൽ ആദ്യം 2 പിന്നെ 2 പിന്നെ 2 അങ്ങനെ വെച്ചിട്ട് 3 into 8 3 റോസ് മൊത്തം ഓരോ റോസിലും 8 വെച്ചിട്ട് ചെയ്തു. 3 into 8. നെക്സ്റ്റ് അതിൻ്റെ അടുത്തത് എങ്ങനെയാണ്? ഓരോ ചെറിയ ബോക്സുകളിൽ 4 പീസസ് ആക്കിയിട്ട് 2 സെറ്റ് 2 സെറ്റ് 2 സെറ്റ് അങ്ങനെ ആക്കിയിട്ട് 4 എണ്ണമുള്ള ബോക്സുകൾ അല്ലേ? അപ്പോൾ അതെങ്ങനെ എഴുതാം നമുക്ക്? 3 into 2 into 4. 3 into 8 is equal to 3 into 2 into 4. 3 into 8 എന്ന് പറയുന്നത് അല്ലെങ്കിൽ 3 into 8 24 എന്ന് പറയുന്നത് എങ്ങനെയും കൂടി എഴുതാം. 3 into 2 into 4. കൂട്ടുകാർക്കറിയാം 3 into 2 എത്രയാണ്? 6. ആ കിട്ടിയ ആൻസറിനോട് 4നെ മൾട്ടിപ്ലൈ ചെയ്യുക. മീൻസ് 3 into 2 6, 6 into 4 24. അപ്പോൾ 3 into 8 എന്ന് എഴുതുന്നതും 8 into 3 എന്ന് എഴുതുന്നതും 3 into 2 into 4 എന്ന് എഴുതുന്നതും എല്ലാം എന്താണ്? സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ 24 ടോക്കൺസ് ക്യാൻ ബി അറേഞ്ച്ഡ് ലൈക്ക് ദിസ് ഓൾസോ, റൈറ്റ്? ഓക്കെ, നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. ഇനി 6 കോളംസ് ആക്കിയിട്ട് അതിനെ 6 കോളംസ് ആക്കിയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം. എങ്ങനെ അറേഞ്ച് ചെയ്യാൻ നോക്കൂ. ഫസ്റ്റ് റോൾ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത്? 4 കോളംസ് 6 റോസ് അല്ലേ? 6 റോസ് ഉള്ള 4 കോളംസ് ആക്കിയിട്ട് അത് നമുക്ക് എങ്ങനെ എഴുതാം? 4 into 6. ദാറ്റ് മീൻസ് 24. ഇനി അടുത്ത രീതി ഒന്ന് നോക്കൂ. ഇവിടെ തൊട്ടടുത്ത രീതിയിൽ എങ്ങനെ? 4 into 3. 3 ടോക്കൺസ് ഓരോ കോളത്തിലും എങ്ങനെ? 3 ടോക്കൺസ് അങ്ങനെയുള്ള 3 റോസ് 4 കോളംസ് അല്ലേ? 3 കോളംസ് 4 റോസ് അല്ലെങ്കിൽ തിരിച്ചു എഴുതാം 4 റോസ് 3 കോളംസ്. ഇവിടെ കൊടുത്തത് എന്താണ്? 4 into 3. ദറ്റ് മീൻസ് 4 into 6 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 2 into 4 into 3. ഇവിടെ 2 സെപ്പറേറ്റ് ബോക്സുകൾ അതിൽ 4 into 3. ദറ്റ് മീൻസ് 2 into 4 into 3 എന്ന് പറഞ്ഞാലും എന്താണ്? 24 ആണ്. ഇഫ് ദർ ആർ 4 റോസ് വിത്ത് 8 ടോക്കൺ ഇൻ ഈച്ച്. ഇവിടെ 4 റോസ് വിത്ത് 8 ടോക്കൺസ് ഉണ്ട്. ഹൗ മെനി ടോക്കൺസ് ആർ ദർ ഇൻ ഓൾ? അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര ടോക്കൺസ് ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് എങ്ങനെ എഴുതാം? 8 plus 8 plus 8 plus 8. ദാറ്റ് ഈസ് 32. അല്ലെങ്കിൽ അത് അഡീഷൻ രീതി. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ രീതിയിൽ എങ്ങനെ എഴുതാം? 4 into 8 എന്താണ് ആൻസർ? 32. 4 into 8
ഇസ് ഈക്വൽ ടു ഇനി 3 ആക്കിയിട്ട് എഴുതാം, 3 മൾട്ടിപ്ലിക്കേഷൻ നമ്പേഴ്സ് ആക്കിയിട്ട് എഴുതാം. അങ്ങനെ എഴുതാം 2 × 4 × 4 2 × 4 × 4 അങ്ങനെ എഴുതിയാലും സെയിം ആൻസർ തന്നെയാണ്. വാട്ട് അബൌട്ട് 6 റോസ് വിത്ത് 8 ടോക്കൺ ഇൻ ഈച്ച്? ഇനി 6 റോസ് ഉണ്ട്, 8 ടോക്കണിലാണ് ഉള്ളതെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പോൾ 32 എന്നുള്ളത് അവർ തന്നിട്ടുണ്ട്. ഇപ്പം റിമൈനിങ് ആയിട്ട് എത്ര വരികയെന്ന് നോക്കിയാൽ മതി. അതിനാദ്യം 6 × 8 എത്രയാണ് ആൻസർ? 6 × 8 48. 48ൽ ബാക്കി എത്ര വരിക? 16. അപ്പോൾ 32 + 16 എന്താണ്? 48 അല്ലേ? ഇനി ഇതെങ്ങനെ എഴുതാം? 6 × 8 48. ഇത് 2 × 3 × 8 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. 2 × 3 × 8 എന്നുള്ള രീതിയിലും എഴുതാം. അങ്ങനെ ആയാലും ആൻസർ സെയിം ആണ്. ഈ പിക്ചർ നോക്കൂ. എ റെക്ടാങ്കിൾ വിത്ത് ടോക്കൺ. സി Shravya token board. See Shravya's token board. How many tokens are there in the picture? 12 columns with 8 token in each. ഇവിടെ 12 എന്തുണ്ട്? കോളംസ് വിത്ത് 8 ടോക്കൺ ഇൻ ഈച്ച്. കൂട്ടുകാരെ എണ്ണി നോക്കൂ. 1 2 3 4 5 6 7 8 9 10 11 12 അല്ലേ? ഇങ്ങനെയുള്ള 12 കോളംസ് 8 ടോക്കൺ ഇൻ ഈച്ച്. താഴത്തേക്ക് വേണ്ടി നോക്കൂ. 1 2 3 4 5 6 7 8. അപ്പോൾ 12 കോളംസ് വിത്ത് 8 ടോക്കൺ ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ്? 12 × 8 എന്നുള്ള രീതിയിൽ എഴുതാം. അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ താഴെ നിങ്ങൾക്ക് ഒരു വേറെ രീതിയിൽ ചെയ്ത് കാണിക്കുന്നത്. എങ്ങനെ നോക്കുന്നു? ഹൗ അബൌട്ട് സ്പ്ലിറ്റിംഗ് 12 കോളംസ് ഇൻടു 10 and 2? 12 കോളംസ് 12 × 8 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ കൂട്ടുകാർ പഠിച്ചിട്ടില്ല. കൂട്ടുകാർക്ക് അറിയുന്ന ഒരു ടേബിളാണ് എന്ത്? 10ൻ്റേതും 2ൻ്റേതും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? 12നെ 10ഉം 2 ആക്കി സ്പ്ലിറ്റ് ചെയ്തു. 10 ഉള്ള കോളംസും 2 ഉള്ള കോളംസും എന്ന് വെച്ചാൽ 2 2 വെച്ചിട്ടുള്ള ടോക്കൺസും ബ്ലൂ കളറിൽ കാണിക്കുന്നത്, യെല്ലോ കളർ അല്ലെങ്കിൽ ഓറഞ്ച് കളറിൽ കാണിക്കുന്നത് എങ്ങനെയാണ്? 10 കോളംസ് അല്ലേ? ഇനി ഈ താഴെ പറയുന്ന ബോക്സ് ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ടോക്കൺ ഇൻ ദ ലാർജ് റെക്റ്റാങ്കിൾ. ലാർജ് റെക്റ്റാങ്കിളിൽ ടോക്കൺസ് എങ്ങനെയാണ് ഉള്ളത്? ടോക്കൺ ഇൻ എ കോളം. ഒരു കോളത്തിൽ 8 ടോക്കൺസ് ആണുള്ളത്. നമ്പർ ഓഫ് കോളംസ്, എത്ര കോളംസ് ഉണ്ട് അങ്ങനത്തെ? 10 കോളംസ് അല്ലേ? 10 കോളംസ്. അപ്പോൾ ടോട്ടൽ 8 × 10 18. 8 × 10 80. ഇനി നെക്സ്റ്റ് ടോക്കൺ ഇൻ എ കോളം. കോളത്തിലെ ടോക്കൺസ് എത്രയാണ്? 8 ആണ്. നമ്പർ ഓഫ് കോളംസ് എത്രയാണ്? 2 ആണ്. നമ്പർ ഓഫ് കോളംസ് 2. 2 കോളംസ് ഉണ്ട്. അതിൽ എത്ര എണ്ണം ഉണ്ട്? 8 ഉണ്ട്. അപ്പോൾ 8 × 2 ടോട്ടൽ 8 × 2 16. അപ്പോൾ മനസ്സിലായോ? ഇനി നമുക്കിത് മൊത്തം ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ആൻസർ കിട്ടും. എത്രയാണ് ആൻസർ കിട്ടുക? 8 + 60 18 + 16 ആഡ് ചെയ്താൽ 96 ആൻസർ കിട്ടും. അപ്പം 12 × 8 എന്ന് പറയുന്നതിൻ്റെ ആൻസറും 96 ആണ്. ഇങ്ങനെ ചെയ്തിട്ട് 2 സെപ്പറേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്താലും ആൻസർ സെയിം ആണ്. നമുക്ക് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ടോക്കൺ ഓൺ ദ ബോർഡ് 10 × 8 + 2 × 8. That means 18 + 16 = 36. 10 × 8 + 2 × 8 എന്ന് പറഞ്ഞാൽ എന്താണ്? 80 + 16. കൂട്ടുകാർക്കല്ലേ 10 × 8 18 ആണ്, 2 × 8 16 ആണ്, അറിയില്ലേ? 96. അങ്ങനെ ടോട്ടൽ എത്രയാണ് ആൻസർ കിട്ടുക? 96. We can calculate without token like this. ഇനി നമുക്ക്
ഏത് രീതിയിലും ചെയ്യാം. താഴെ 2 ബോക്സ് കണ്ടില്ലേ, അതെങ്ങനെ ചെയ്താൽ 10 × 8 18, 2 × 8 16, 18 + 16 96 അല്ലേ. ഇനി ക്യാൻ ബി കാൽക്കുലേറ്റ് ലൈക്ക് ദിസ് ഓൾസോ എന്ന് കാണിക്കുന്നില്ലേ അപ്പോൾ തൊട്ടടുത്ത ബോക്സിൽ. ഇത് കൂട്ടുകാർ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ പഠിക്കും. എങ്ങനെയാണ്? 12 × 8. 12 × 8 എന്നതിൽ ആദ്യം കൂട്ടുകാർ 8 × 2 ചെയ്യുക. 8 × 2 ചെയ്താൽ അതിൻ്റെ ആൻസർ എന്താണ്? 16. ഇനി 8നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി 8നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്ട്. 8നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൂട്ടുകാർ എങ്ങനെ എഴുതണം? സെക്കൻഡ് റോയിൽ എഴുതണം. എന്നിട്ട് ഒരു സ്ഥാനം മാറിയിട്ടാണ് 8 എഴുതേണ്ടത്. എന്നിട്ട് ഒരു 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 8 × 2 കിട്ടി, 8 × 10ൻ്റെ പൊസിഷനിൽ 18 കിട്ടി. രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടും? 18 + 16 96. അങ്ങനെ ചെയ്യാം. അത് കൂട്ടുകാർ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ പഠിക്കും. ഇനി ടു കമ്പ്യൂട്ട് 12 × 8 we need only add the number got by multiplying 10/8 and the number got by multiply 2/8. 12 × 8 എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്യാൻ മീൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ we need only add the number got by multiplying 10/8 and the number got by multiplying 2/8. 12 × 8 അല്ലെങ്കിൽ 12 × 8 എന്നുള്ള സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യാൻ സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി? ഒരാൾക്ക് 12 × 8ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്യുക? അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. 12നെ 2 ആക്കുക. 10ഉം 2ഉം കൂട്ടിയാൽ 12 ആണ്. അപ്പോൾ 10നെ ഫസ്റ്റ് 8 കൊണ്ട് മൾട്ടിപ്ലൈ, പിന്നെ 2നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ, എന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. സിമ്പിളല്ലേ? അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ്റെ വേറെ ഏതൊക്കെ രീതികൾ നോക്കാം. ഇനി ഇവിടെ 13 × 5 23 × 5 തന്നിട്ടുണ്ട്. നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ട് കൂട്ടുകാർ ചെയ്യുക. എങ്ങനെ ചെയ്യേണ്ടത്? 13നെ 10 ആയിട്ടും 3 ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ 10 ആയിട്ടും 3 ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യുക. 5 അങ്ങനെ തന്നെ നിർത്തുക. 5നെ മാറ്റണ്ട. അപ്പം 10 × 5. 10 × 5 എന്താണ്? അറിയാം, 50 അല്ലേ? 50. 3 × 5 15. രണ്ടും കൂടി ആഡ് ചെയ്യുക. 50 + 15. അപ്പോൾ എന്താണ് ആൻസർ കിട്ടുക? കൂട്ടുകാർക്ക് ആൻസർ കിട്ടിയില്ലേ? ഇനി അടുത്തത് എന്താ ചെയ്തോളൂ? 23 × 5. 20യും 3യും അല്ലേ? ഇതിൽ 20 × 5 ചെയ്താൽ എത്രയാണ് ആൻസർ? 23നെ സ്പ്ലിറ്റ് ചെയ്ത് 2 അപ്പോൾ 20യും 3യും. 20 × 5 100. 3 × 5 15. 100 + 15 ആൻസർ 115 അല്ലേ? 115. നേരത്തെ ആൻസർ എത്രയായിരുന്നു? 65ഉം ഇപ്പോഴത്തെ ആൻസർ എത്രയാണ്? 115. Like this, represent 14 × 6 and 24 × 3 in your notebook. അപ്പം നമുക്ക് അടുത്തത് നിങ്ങളെ നോട്ട്ബുക്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. എങ്ങനെ ചെയ്യണം? 14 × 6ഉം 24 × 3യും നോട്ട്ബുക്കിൽ എഴുതണം. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ആദ്യം 10 × 6 എന്നും പിന്നെന്ത് എഴുതണം? 10 × 6 എന്നും 4 × 6 എന്നും ചെയ്യുക. 10 × 6 ചെയ്താൽ 16 കിട്ടും. 4 × 6 ചെയ്താൽ 24 കിട്ടും. രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 84 കിട്ടും. അതേപോലെ തന്നെ 24 × 3യിലെ 20 × 3 ചെയ്താൽ 60 കിട്ടും. അടുത്തത് 4 × 3 ചെയ്താൽ 12 കിട്ടും. രണ്ടും കൂടി ആഡ് ചെയ്താൽ 72 ആൻസർ കിട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഫിൽ ഇൻ ദ മിക്സിംഗ് നമ്പേഴ്സ് എന്നുള്ളതിലെ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. 18 × 5 അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 10 × 5 + 8 × 5 അങ്ങനെ എഴുതാം. അപ്പോൾ 50 + 40 90 ലഭിക്കും. 16 × 5 നമ്മൾ എങ്ങനെ ചെയ്യാം?
10 into 5 plus 6 into 5, 50 plus 30, 80. അടുത്തത് 13 plus 3 എന്നുള്ളത് 10 into 3 plus 3 into 3, 30 plus 9, 39. 13 into 4, 30 into 10 into 4 plus 3 into 4. That means 40 plus 12, 52. 13 into 7, that is equal to 10 into 7 plus 3 into 7. That is 70 plus 21, 91. ആൻസർ കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത പേജ് എടുത്തോളൂ. മൾട്ടിപ്ലിക്കേഷൻ ഈസ് സോ ഈസി. ക്യാൻ യു കാൽക്കുലേറ്റ് 15 ഇൻറ്റു 30? നിങ്ങൾ 15 ഇൻറ്റു 30 നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അപ്പം നിങ്ങൾക്കത് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം? ഇപ്പം നമ്മൾ പഠിച്ച മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാം? 15 ഇൻറ്റു 13 എന്ന് പറഞ്ഞാൽ ആദ്യം 15 സ്പ്ലിറ്റ് ചെയ്തു, 10ഉം 5ഉം ആക്കി. എന്നിട്ട് ആദ്യം 10നെ 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 10 ഇൻറ്റു 30 പ്ലസ് 5 ഇൻറ്റു 30. എങ്ങനെ എഴുതാം? കൂട്ടുകാർക്കറിയാം 13 ഇൻറ്റു 10നെ ചെയ്യാനൊരു എളുപ്പ വഴിയുണ്ട്. ആദ്യം ഈ 10 ഇൻറ്റു 13ലെ 1നും 3നും മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു 3 എത്രയാണ്? 3 എഴുതുക. എന്നിട്ട് എത്ര സീറോസ് ഉണ്ടോയെന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. 10ൽ 0, 13ൽ 0, 13ൽ 0, 10ൽ 0 എടുത്തിട്ട് സൈഡിലിടാം. അപ്പോൾ 300 പ്ലസ് അതേപോലെ തന്നെ 5 ഇൻറ്റു 30 ചെയ്യുമ്പോൾ 5നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 15. 15ൻ്റെ കൂടെ ഒരു 0 ആഡ് ചെയ്യാം. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്താൽ മൊത്തം എത്ര ഉണ്ടാവും? 300 പ്ലസ് 150, 450 അല്ലേ? 450. ഇനി അതർ വേ, ഇനി വേറെ രീതിയിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. വാട്ട് ഈസ് 15 ഇൻറ്റു 3? 15 ഇൻറ്റു 3 എങ്ങനെ? കൂട്ടുകാർ അറിയെങ്കിൽ സിമ്പിളായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാം. 15 ഇൻറ്റു 3 എന്താണെന്ന് നോക്കുക. എന്നിട്ട് മൾട്ടിപ്ലിക്കേഷനിൽ 15 പ്ലസ് 15 പ്ലസ് 15 എന്ന് പറഞ്ഞാൽ 3 15 എത്രയാണ്? 45. എല്ലാവർക്കും അറിയില്ലേ? 15 പ്ലസ് 15 എന്ന് പറഞ്ഞാൽ 30. അതിലേക്കൊരു 15 കൂടെ ആഡ് ചെയ്താൽ 45. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയുന്നവർ അങ്ങനെ ചെയ്യാം, അറിയാത്തവർ മൾട്ടിപ്ലിക്കേഷന് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ 3 15s തമ്മിൽ ആഡ് ചെയ്യാം. ഇനി സോ വാട്ട് ഈസ് 15 ഇൻറ്റു 13? സിമ്പിൾ. ഈ 45നോട് കൂടി 15 ഇൻറ്റു 3ൻ്റെ ആൻസറിൽ 45, അതിലേക്ക് ഒരു 0യും കൂടി ആഡ് ചെയ്താൽ എന്തായി? 15 ഇൻറ്റു 30, 450 ആയി. വാട്ട് ഈസ് 14 ഇൻറ്റു 30? 14 ഇൻറ്റു 13 എന്താണ്? എങ്ങനെ ചെയ്യാം? സിമ്പിളായിട്ട് പറയൂ. 4 ഇൻറ്റു 3 ചെയ്യാം. 4 ഇൻറ്റു 3 എന്താണ്? 12 ആണ്. പിന്നെ ഈ 4 ഇൻറ്റു 3 എന്ന് പറയുന്നതും 14ൽ ഒരു 10 ഉണ്ട്, 13ലുണ്ട് വേറെ 10. അപ്പം 10 ഇൻറ്റു 10 എന്താണ്? നമുക്കറിയാം 100. സെയിം ലൈക്ക് ദാറ്റ് 14 ഇൻറ്റു 30 എന്താണ്? ഈ 4 ഇൻറ്റു 3 എത്ര ആൻസർ കിട്ടിയെച്ചാൽ ആ ആൻസർ അവിടെ എഴുതിയിട്ട് അതിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി? ഈ 2 സീറോസ് അങ്ങ് ആഡ് ചെയ്താൽ മതി. 40ൽ 0 ഉണ്ട്, 30ൽ 0. ആ 2 സീറോസും അതിൻ്റെ അറ്റത്തിട്ട് കൊടുത്താൽ എത്രയായ ആൻസർ? 1200. 4 ഇൻറ്റു 3 12, 10 ഇൻറ്റു 10 100, 40 ഇൻറ്റു 30 1200. ഇപ്പം സിമ്പിളല്ലേ? 40 ഇൻറ്റു 30 എങ്ങനെ ചെയ്യുക? ആദ്യം 4നും 3നും മൾട്ടിപ്ലൈ ചെയ്യുക. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. 4 ഇൻറ്റു 3ന് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. അപ്പോൾ 4 ഇൻറ്റു 3 12. ഇനി അവിടെ എന്താ ഉള്ളത്? 4നെ എത്ര പ്രാവശ്യം? 10 പ്രാവശ്യം എടുത്താലാണ് എന്താവുക? 40 ആവുക. അതേപോലെ 3നെ 10 ടൈംസ് എടുത്താലാണ് എന്ത് ചെയ്യുക? 30 ആവുക. അതുകൊണ്ടാണ് 10 ഇൻറ്റു 10 100 എന്ന രീതിയിൽ അവിടെ എഴുതിയത്. ഇനി വാട്ട് ഈസ് 17 ഇൻറ്റു 17? എങ്ങനെ ചെയ്യാം? ആദ്യം നമ്മൾ 7 ഇൻറ്റു 7 ചെയ്യാം. ഇനി 70ലും അടുത്ത 70ലും എന്തുണ്ട്? ഓരോ 10 ഓരോ 7 ടൈംസ് ആണ് എന്ത്? 70. 7 ടൈംസ് ആണ്. 7 10 ടൈംസ് ആണ് എന്ത്? 70. അപ്പോൾ ആ 10 ടൈംസ് ഉള്ള 10ഉം അവിടെ എടുത്തു.
അപ്പോൾ 10 × 10 എത്രയാണ് 100. 7 × 7 എത്രയാണ് 49. ഇനി ഈ 7 × 7 49 എഴുതിയിട്ട് ആ 2 സീറോസും കൂടി എന്ത് ചെയ്താൽ മതി, അറ്റത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ വലിയൊരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ ആൻസർ കൂട്ടുകാർക്ക് ഈസി ആയിട്ട് ലഭിക്കും. നൗ കാണ്ട് യു ഡു ദിസ് ഇൻ യുവർ ഹെഡ്? ഇനി നിങ്ങളുടെ ഹെഡിൽ നിങ്ങൾ ചെയ്ത് നോക്കൂ. നമുക്ക് ചെയ്യാം. എങ്ങനെ ചെയ്യാം? 13 × 3 ഫസ്റ്റ് എന്ത് ചെയ്യുക കൂട്ടുകാർ, 3 × 3 ചെയ്യുക. 3 × 3 ചെയ്തിട്ട് ആ സീറോ അറ്റത്തിട്ട് കൊടുക്കുക. അപ്പോൾ എത്രയായി? 90. ഇനിയോ 6 × 4 ചെയ്യുക. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? 16 × 4. 6 × 4 24. എന്നിട്ട് സീറോ സെറ്റ് ആഡ് ചെയ്യുക. 50 × 3 എത്രയാണ്? 15 പ്ലസ് 0 ആഡ് ചെയ്യുക. അപ്പോൾ 150. ആൻസർ 150. അടുത്തത് 4 × 4 16. എന്നിട്ട് അറ്റത്ത് എന്ത് ആഡ് ചെയ്യുക? 2 സീറോസ് ആഡ് ചെയ്യുക. അപ്പോൾ 1600 ആൻസർ കിട്ടി. ഫിൽ ഇൻ ദി എംപ്റ്റി സ്പേസ്. ഇനി ഇതൊന്ന് ഫിൽ ചെയ്തോളൂ. എങ്ങനെ ഫിൽ ചെയ്യാം? ഇൻ ഹൗ മെനി വേസ് ക്യാൻ വി അറേഞ്ച് 24 ടോക്കൺസ് ഇൻ റെക്റ്റാങ്കിൾസ്? ഇതിൽ എങ്ങനെയൊക്കെ നമുക്ക് നമ്പേഴ്സ് ആഡ് ചെയ്ത് നോക്കാമെന്ന് നോക്കൂ. 24 എന്നുള്ള ടോക്കൺസ് ഏതൊക്കെ രീതിയിൽ ഒരു റെക്റ്റാങ്കിൾ ബോക്സിൽ നമുക്ക് ഫിൽ ചെയ്യാം. ഫസ്റ്റ് ഒരു പദസൂര്യൻ നോക്കൂ. 24ൻ്റെ 3 × 8. 3 × 8 എന്നുള്ളത് തിരിച്ചു എഴുതാം. 8 × 3. അപ്പോൾ രണ്ടെണ്ണം അങ്ങനെ കിട്ടിയില്ലേ? അപ്പോൾ 3 × 8 24. 8 × 3 24. ഇനി നമുക്ക് വേറെ ഏതൊക്കെ നമ്പേഴ്സ് വെച്ചിട്ട് ഇത് ചെയ്യാം? 6 × 4. 6 × 4 എന്താണ്? 24. 2 × 12 എന്താണ്? 24. അതുപോലെ തിരിച്ചു എഴുതാം. 12 × 2 24. 4 × 6 24. 24 × 1 24. 1 × 24 24. അപ്പോൾ ഇത് കൂട്ടുകാർ ഇവിടെ താഴെയുള്ള ബോക്സിൽ ഫില്ല് ചെയ്ത് നോക്കൂ. 3 × 8 എങ്ങനെ വേറെ രീതിയിൽ എഴുതാം? അത് 3 നമ്പേഴ്സ് ആക്കിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൽ 3 കീപ്പ് ആസ് സച്ച്. 3 അതുപോലെ കീപ്പ് ചെയ്യുക. ഈ 8നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? 2 × 4. അപ്പോൾ മൊത്തം എങ്ങനെ വായിക്കാം? 3 × 2 × 4 24 എഴുതാം. ഇനി 2 × 12. 2 × 12 എന്താണ്? 24. 2 × 4 × 3 മീൻസ് 2 കീപ്പ് ആസ് സച്ച്. 12നെ സ്പ്ലിറ്റ് ചെയ്തതാണ്. 4 × 3 ആണ് എന്ത്? 12. അങ്ങനെ അതിൻ്റെ ആൻസർ എന്താണ്? 24. 2 × 12 that is equal to 2 × 6 × 2 that is 24. ഇങ്ങനെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം 24 എന്ന് കണ്ടില്ലേ? ഇനി അടുത്തത് എന്താണ്? 24 എഴുതുന്ന വേറെ രീതി. 4 × 6 അതെങ്ങനെ എഴുതാം? 4 × 3 × 2 that is 24. 3 × 12. 3 × 12. 3 × 4 × 3. 3 × 12 എന്താണ്? 36 അല്ലേ? 3 × 12 36. 3 × 12 വേറെ രീതിയിൽ എങ്ങനെ എഴുതാം? 2 × 2 36 എഴുതിയില്ലേ? ഇതുപോലെ എഴുതാം. Two into 3 into 6. Milk distribution. Milk distribution. കൂട്ടുകാരെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. The Grama Panchayat donated glasses for milk distribution to Ayanimala School. There were 21 boxes with half a dozen glass in each box. How many glasses did the school get? ഇനി 1 dozen means 12 ആണ്. അത് കൂട്ടുകാർ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്ത്? 1 dozen means 12. അങ്ങനെയാണെങ്കിൽ ഒരു മിൽക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ പാല് വിതരണം ഒരു ഗ്രാമപഞ്ചായത്തിൽ
എന്ത് ചെയ്തു? ഡൊണേറ്റഡ് ഗ്ലാസസ് ഫോർ മിൽക്ക് ഡിസ്ട്രിബ്യൂഷൻ ടു ആനിമല സ്കൂൾ. ആനിമല സ്കൂളിലേക്ക് പാല് കുട്ടികൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഗ്ലാസ് കൊടുത്തു, ഡൊണേറ്റ് ചെയ്തു ഗ്ലാസസ്. ദർ വർ 21 ബോക്സസ്. എത്ര ബോക്സസ് ഉണ്ട്? 21 ബോക്സസ് ഉണ്ട്. വിത്ത് ഹാഫ് എ ഡസൺ ഗ്ലാസസ് ഇൻ ഈച്ച് ബോക്സ്. ഓരോ ബോക്സിലും 6. ഒരു ഡസൺ 12. ഹാഫ് ഡസൺ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 6 അല്ലേ? ഹാഫ് എ ഡസൺ ഗ്ലാസസ് ഇൻ ഈച്ച് ബോക്സ്. ഓരോ ബോക്സിലും 6 ഗ്ലാസസ് ഉണ്ട്. അങ്ങനെയുള്ള എത്ര ബോക്സസ് ആണ് അവർ കൊടുത്തത്? 21 ബോക്സസ്. 21 ബോക്സസ്. ഹൗ മെനി ഗ്ലാസസ് ഡിഡ് ദ സ്കൂൾ ഗെറ്റ്? അങ്ങനെയാണെങ്കിൽ സ്കൂളിൽ എത്ര ഗ്ലാസസ് കിട്ടിയിട്ടുണ്ടാവും? 21 ഇൻറ്റു 6. 21 ഇൻറ്റു 6. ഇത് കൂട്ടുകാരെങ്ങനെ ചെയ്യാം? 20 ഇൻറ്റു 6 പ്ലസ് 1 ഇൻറ്റു 6. അപ്പോൾ എങ്ങനെയായ ആൻസർ? 120 പ്ലസ് 6 അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ കൂട്ടുകാർ വേറെ രീതിയിൽ ചെയ്യാം. എങ്ങനെ ചെയ്യാം? 7 ഇൻറ്റു 3 ഇൻറ്റു 6. 7 ഇൻറ്റു 3 എന്താണ്? 21 ആണ്. അതിൻ്റെ ആൻസറിനോട് കൂടി 6 ചെയ്യാം. അങ്ങനെയും ചെയ്യാം. 21 ഇൻറ്റു 6 126. അങ്ങനെ ചെയ്യാൻ അറിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലാത്തവർക്ക് 20 ഇൻറ്റു 6 പ്ലസ് 1 ഇൻറ്റു 6 അതാണ് 126. കൂട്ടുകാർക്കറിയാം എന്താണ്? 2 ഇൻറ്റു 6 എത്രയാണെന്നറിയാം? 12 ആണെന്നറിയാം. എന്നിട്ട് അതിലേക്ക് എന്ത് ആഡ് ചെയ്ത് കൊടുക്കുക? ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കുക. പ്ലസ് ഒരു 6ഉം കൂടി ആഡ് ചെയ്താൽ 126 ആയി അല്ലേ? ഹൗ മൈ ഫ്രണ്ട് കാൽക്കുലേറ്റഡ്? അത് നമുക്ക് ചെയ്യാം. എങ്ങനെ ചെയ്യാം? 10 ഇൻറ്റു 6. ഈ 20യെ 2 ആക്കാം വേണമെങ്കിൽ. അപ്പോൾ എങ്ങനെ വരും? 10 ഇൻറ്റു 6 പ്ലസ് 10 ഇൻറ്റു 6 പ്ലസ് 1 ഇൻറ്റു 6. 10 ഇൻറ്റു 6 എത്രയാണ്? 60. 10 ഇൻറ്റു 6 എത്രയാണ്? 60. പ്ലസ് 6 126. അങ്ങനെയും ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഗ്രാമപഞ്ചായത്ത് ഡൊണേറ്റഡ് 9 ബോക്സസ് വിത്ത് 1 dozen ഗ്ലാസസ് ഇൻ ഈച്ച് ബോക്സ് ടു പുരവണം സ്കൂൾ. ഇനി വേറൊരു സ്കൂളിലേക്ക് ഇവർ കൊടുത്തത് എങ്ങനെയാണത്? 9 ബോക്സസ്. ഓരോ ബോക്സിലും 6 ഗ്ലാസ് ഉണ്ടാവും. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാം? 9 ഇൻറ്റു 6. 9 ഇൻറ്റു 6 എത്രയാണ്? 54. ഹൗ മെനി ഗ്ലാസസ് ഡിഡ് ദേ ഗെറ്റ് ഇൻ ഓൾ? അത് 9 ഇൻറ്റു 6 54 എന്ന് കൂട്ടുകാർ ഇവിടെ എഴുതില്ലേ? ക്യാൻ യു ഡു ഇറ്റ് ഇൻ യുവർ ഹെഡ്? അത് നിങ്ങൾ ആലോചിച്ച് ചെയ്യുക, അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞത് എഴുതിയെടുക്കുക. ഇനി ആ നമ്പർ ഒരു പസിൽ കോർണർ. ഈ പസിൽ കോർണറിൽ എന്താ പറയുന്നത് നോക്കൂ. എ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 8 gives 120. വാട്ട് നമ്പർ ഡു വി ഗെറ്റ് ഇറ്റ്? ദ നെക്സ്റ്റ് നമ്പർ ഇസ് മൾട്ടിപ്ലൈഡ് ബൈ 8. ഇനി നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 8 gives 120. ഏതോ ഒരു നമ്പർ, ആ നമ്പറിനോട് കൂടി നമുക്ക് 8 മൾട്ടിപ്ലൈ ചെയ്താൽ 120 കിട്ടും. വാട്ട് നമ്പർ ഡു വി ഗെറ്റ് ഇഫ് ദ നെക്സ്റ്റ് നമ്പർ ഇസ് മൾട്ടിപ്ലൈഡ് ബൈ 8? ഇനി അടുത്ത നമ്പർ എടുത്തു, ആ നമ്പറിനോട് കൊണ്ട് 8നെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക എന്നാണ് ചോദിച്ചത്. ഈസിയാണ്. എന്ത് ചെയ്യാം? നമുക്കറിയാം ഏതോ ഒരു നമ്പർ അറിയില്ല, അതിനോട് 8 മൾട്ടിപ്ലൈ ചെയ്താൽ 120 കിട്ടും. നമ്മളോട് ചോദിച്ചത് ആ നമ്പർ ഏതാണെന്നല്ല ഏത് നമ്പറിനോട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 8 കിട്ടുകയെന്നല്ല ചോദിച്ചത്. ആ നമ്പർ നമുക്ക് ആവശ്യമില്ല. ആ കിട്ടിയ ആൻസറിനോട് കൂടെ അടുത്ത നമ്പറിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ 8നോട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുകയെന്നേ ചോദിച്ചിട്ടുള്ളൂ. ആൻസർ മാത്രം മതി. നല്ല എളുപ്പമാണ്. ഒരു നമ്പറിനെ വേറെ ഏതോ ഒരു നമ്പറിനോട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 120 ആൻസർ കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിന് തൊട്ടടുത്ത നമ്പർ എടുത്തിട്ട് വീണ്ടും അതിന് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ എന്താണ് കിട്ടുകയെന്നാണ് ചോദിച്ചത്. എളുപ്പമാണ്. 120യുടെ കൂടെ എന്ത് ആഡ് ചെയ്താൽ മതി? ഒരു 8 ആഡ് ചെയ്താൽ ആൻസറായി. Next question. A number multiplied by 4 gives 4172. What number do we get if the next number is multiplied by 4? ഇനി അടുത്ത സെയിം ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ്.
നെക്സ്റ്റ് നമ്പറിനോട് നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിരിക്കും ആൻസർ എന്നാണ് ചോദിക്കുന്നത്. ഇനി ആ അറിയാത്ത നമ്പറിൻ്റെ കൂടെ നമ്മൾ പോവണ്ട. ആ നമ്പറിനോട് 4 മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ എത്രയാണ്? 4172. ഇനി വീണ്ടും ഒരു നമ്പർ ഇതിന് തൊട്ടടുത്ത നമ്പർ എടുക്കും, അതിനെ കൊണ്ട് 4 മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും എന്തായിരിക്കും ആൻസർ എന്നാണ് ചോദിച്ചത്. അതെന്ത് ചെയ്താൽ മതി? ഈ 4172 കൂടെ എത്ര ആഡ് ചെയ്താൽ മതി? 4 ആഡ് ചെയ്താൽ ആൻസർ ആയി 4176. നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 7 gives 238. What number do we get if the number before it is multiplied by 7? ഇനി ഇതേ ക്വസ്റ്റ്യൻ ആൻസർ 238 ആണ്. ആൻസർ 7 മൾട്ടിപ്ലൈ ചെയ്തപ്പം ഏതോ ഒരു നമ്പർ അതിനോട് 7 മൾട്ടിപ്ലൈ ചെയ്താൽ 238 ആൻസർ കിട്ടി. അടുത്ത നമ്പർ ഏതായിരിക്കും? ആ നമ്പർ 7 മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ സിമ്പിളാണ്. 238 + 7 245. എളുപ്പമല്ലേ? അടുത്തത് ഗ്രാമപഞ്ചായത്ത് എയ്ഡ്. ഈ ഗ്രാമപഞ്ചായത്ത് എയ്ഡ് പറഞ്ഞത് എ ഗ്രാമപഞ്ചായത്ത് ഡൊണേറ്റഡ് ന്യൂ ഡെസ്ക് ആൻഡ് ചെയർ ടു മിത്ര സ്കൂൾ. There are 4 chairs for each desk. The number of desks given in each class is given below. How many desks and chairs were given in all? എന്നാണ് ചോദിച്ചത്. എന്താണ്? ഗ്രാമപഞ്ചായത്തിൽ നിന്ന് അവർ എന്തൊക്കെ ഡൊണേറ്റ് ചെയ്തു? കുറച്ച് ഡെസ്കും ചെയർസും മിത്രൻ്റെ സ്കൂളിലേക്ക് ഡൊണേറ്റ് ചെയ്തു. There were 4 chairs for each desk. ഓരോ ഡെസ്കിനും എത്ര ചെയർ വീതമാണ് കൊടുത്തത്? 4 ചെയറാണ്. The number of desks given to each class is given below. ഓരോ ക്ലാസ്സിനും കൊടുത്ത ഡെസ്കുകളുടെ എണ്ണം താഴെ കൊടുത്തിട്ടുണ്ട്. How many desks and chairs were given in all? നിങ്ങൾ മൊത്തം എത്ര ചെയറുണ്ട്, എത്ര ഡെസ്ക് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലാസ് 1ലേക്ക് കൊടുത്ത ഡെസ്കിൻ്റെ എണ്ണം 8, ക്ലാസ് 2ലേക്ക് 7, ക്ലാസ് 3ലേക്ക് 9, ക്ലാസ് 4ലേക്ക് 5. ഹൗ മെനി ഇൻ ഓൾ? ഡെസ്ക് ആഡ് ചെയ്യാൻ സിമ്പിളാണ്. 8 + 7 + 9 + 5 മൊത്തം ആഡ് ചെയ്യുക, ആൻസർ 29. ഇനി ചെയേഴ്സ് എങ്ങനെ ചെയ്യാം? ഓരോ ഡെസ്കിനും 4 ചെയേഴ്സ് വീതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 8 × 4 ചെയ്യുക, 7 × 4 ചെയ്യുക, 9 × 4 ചെയ്യുക, 5 × 4 ചെയ്യുക. എന്നിട്ട് ഇവ മൊത്തം അങ്ങ് ആഡ് ചെയ്യുക. എങ്ങനെ ചെയ്യാം? 8 × 4 ചെയ്താൽ 32 കിട്ടും, 7 × 4 ചെയ്താൽ 28 കിട്ടും, 9 × 4 ചെയ്താൽ 36 കിട്ടും, 5 × 4 ചെയ്താൽ 20 കിട്ടും. ഇത് മൊത്തം ചെയ്തിട്ട് അതിന് ആൻസർ ആഡ് ചെയ്താൽ 116 എന്ന് ആൻസർ കിട്ടും അല്ലേ? ഇനി ടോട്ടൽ ചെയർസും ഡെസ്കും എത്രയാണെന്ന് നോക്കാൻ നമ്മൾ എന്ത് ചെയ്യാൻ മതി? മൊത്തം ചെയറും ഡെസ്കും എത്ര ഉണ്ടെന്ന് ആഡ് ചെയ്താൽ മതി അല്ലേ? 29 + 116 എന്ന് ചെയ്താൽ 145 ആണ് മൊത്തം ചെയർസും ഡെസ്കും എല്ലാം കൂടി ആഡ് ചെയ്താൽ. ചെയറും ഡെസ്കും സെപ്പറേറ്റ് എങ്ങനെയാണ്? ഡെസ്ക് 29ഉം ചെയർ 116 എന്നുള്ള ആൻസർ കിട്ടും. ഇനി ഇഫ് ചെയർസ് ആർ ടു ബി അറേഞ്ച്ഡ് വിത്ത് എവറി ഡെസ്ക്, എല്ലാ 5 chairs are to be arranged with every desk. How many chairs are needed? How do we calculate? എങ്ങനെ ചെയ്യും? നമുക്ക് വേണ്ടത് ഓരോ ഡെസ്കിൻ്റെ കൂടെയും എത്ര 5 chairs ആണ് വേണ്ടത്. നേരത്തെ എത്രയായിരുന്നു കൊടുത്തിരുന്നത്? 4 chairs ആയിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പോൾ 5 chairs ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഓരോ ചെയറിൻ്റെ കൂടെയും മൊത്തം എത്ര വേണം? ഇപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തതിൽ ചെയർസ് 116 ആണ്, ഡെസ്ക് 29 ആണ്. ഇനി ഓരോ ഡെസ്കിൻ്റെ കൂടെയും ഓരോ ചെയർസ് കൂടുതൽ വേണം അല്ലേ? അപ്പം മൊത്തം എത്ര ഡെസ്ക് ഉണ്ട് നമ്മൾ പറഞ്ഞു? 8, ക്ലാസ് 1ൽ 8, ക്ലാസ് 2ൽ 7, ക്ലാസ് 3ൽ 9, ക്ലാസ് 4ൽ 5, മൊത്തം 29 ഡെസ്ക് ഉണ്ട്. ആ 29 ഡെസ്കിൻ്റെ കൂടെയും എന്ത് വേണം? 1 more ചെയർ ആണ് അല്ലേ? നേരത്തെ 4 ചെയർ ആയിരുന്നു,
ഇപ്പോൾ ഇവിടെ എത്ര പറഞ്ഞത്? 5 ചെയറാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഓരോ ഡെസ്കിൻ്റെ കൂടെയും ഓരോ ചെയറും മൊത്തം കൂടുതൽ വേണം. മൊത്തം എത്ര എണ്ണം വേണം? മുകളിലുള്ള ക്ലാസ് 1-ൽ 8 ഡെസ്ക് ഉണ്ട്. ഓരോ ഡെസ്കിനും ഓരോ ചെയർ. അപ്പം മൊത്തം ഫസ്റ്റ് ക്ലാസ് 1-ൻ്റെ കൂടെ ക്ലാസ് 1-ന് 8 ചെയർ വേണം, ക്ലാസ് 2-ന് 7 ചെയർ വേണം, ക്ലാസ് 3-ക്ക് 9 ചെയർസ് വേണം, ക്ലാസ് 4-ന് 5 ചെയർ വേണം. മൊത്തം 29 ചെയേഴ്സാണ് ആവശ്യമുള്ളത് അല്ലേ? കണ്ടിന്യൂ ദ പാറ്റേൺ വിത്തൗട്ട് റിലേഷൻ. ഇനി നിങ്ങളിവിടെ നോക്കൂ. 1 × 9 + 1 എന്ന് വെച്ചാൽ ആൻസർ എത്രയാണ്? 10. 2 × 9 + 2 ആൻസർ എത്രയാണ്? 20. 1 × 9 എത്രയാണ്? 9 + 1 അല്ലെങ്കിൽ ഒന്നുകൂടി എഴുതാ 10. 2 × 9 18 + 2 എത്രയാണ്? 20. 3 × 9 + 3 = 30. 27 + 3 = 30. നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇനി 4 × 9 + 4 എത്രയാണ്? 40. 5 × 9 + 5 = 15. 6 × 9 + 6 = 60. 7 × 9 + 7 = 70. 8 × 9 + 8 = 80. 9 × 9 + 9 = 90. 10 × 9 + 10 = 100. കിട്ടിയില്ലേ? ഇതുപോലെ വാട്ട് ഐ ഫൗണ്ട് ഔട്ട് എന്നുള്ളിടത്ത് ബാക്കി എഴുതണം. 11 × 9 + 11 = 110. 12 × 9 + 12 = 120. 13 × 9 + 30 = 130. 14 × 9 + 40 = 140. 15 × 9 + 15 = 150. 16 × 9 + 16 = 160. 17 × 9 + 70 = 170. 18 × 9 + 18 = 180. 19 × 9 + 19 = 190. 20 × 9 + 20 = 200. ഇതിൽ ഒരു ഈസി ആയ ഒരു ടെക്നിക്ക് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് സംഖ്യയോടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ലിസൺ ഹിയർ. 1 × 9 + 1 = 10. 2 × 9 + 2 = 20. ഇവിടെ 3 × 9 + 3 = 30. ഏത് നമ്പർ കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്നത്, മാറാതെ നിൽക്കുന്നത് 9 ആണ്. 1 2 3 4 5 6 അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 5 6 7 അങ്ങനെ പോവും. അതേപോലെ തന്നെ ആഡ് ചെയ്യുന്ന നമ്പറും 1 2 3 4 5 6 അങ്ങനെ പോവും. അതേ നമ്പർ തന്നെ അതിനോട് അവസാനം ഒരു 0 ആഡ് ചെയ്തായിരിക്കും ആൻസർ. നോക്കൂ, 1 ആണെങ്കിൽ 1 എടുത്തെങ്കിൽ 10, 2 എടുത്തെങ്കിൽ 20, 3 ആണ് എടുത്തെങ്കിൽ 30, 4 എടുക്കുമ്പോൾ 40, 5 എടുക്കുകയാണെങ്കിൽ 50. 9 കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ നമ്മൾ 9നെ അത്ര കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ 7 എടുക്കുകയാണെങ്കിൽ 70, 8 എടുക്കുകയാണെങ്കിൽ 80, 9 വരികയാണെങ്കിൽ 90, 10 വരികയാണെങ്കിൽ 100 അല്ലെ 100. ഓക്കെ. 11 ആണെങ്കിൽ 110, 12 ആണെങ്കിൽ 120, 13 ആണെങ്കിൽ 130, 14 ആണെങ്കിൽ 140, 15 ആണെങ്കിൽ 150, 16 ആണെങ്കിൽ 160, അങ്ങനെ 17 ആണെങ്കിൽ 170, 18 ആണെങ്കിൽ 180, 19 ആണെങ്കിൽ 190, 20 ആണെങ്കിൽ 200. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. ഇത് നമുക്കിവിടെ താഴെ പറയുന്ന കോളത്തിൽ ഫില്ല് ചെയ്യാൻ യൂസ് ചെയ്യും. യൂസിങ് ദിസ് നമ്പർ പാറ്റേൺ കാൽക്കുലേറ്റ് ദ ഫോളോയിങ്. ഈ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് 15 × 9 + 15. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? അവിടെയും 50, ഇൻറ്റു ചെയ്യേണ്ടത് 50, ആഡ് ചെയ്യാൻ 50. അപ്പോൾ തൊട്ടടുത്ത നമ്പർ 150 എന്ന് വെച്ചാൽ 15 ചെയ്താൽ ഒരു 0 ഇടുക. ഇനി 43 × 9 + 43. രണ്ട് സൈഡിലും 43 ഉണ്ട്. അപ്പോൾ ആൻസറിൽ എന്ത് നിർബന്ധമായിരിക്കും? 43 വേണം, പ്ലസ് ഒരു 0 കിട്ടുക, 430 ആൻസർ ആയില്ലേ? എളുപ്പമല്ലേ? 78 × 9 + 78 ദാറ്റ് ഈസ് ഈക്വൽ ടു 78 പ്ലസ് ഒരു 0, അപ്പോൾ 718. 55 × 9 + 65 × 9 + 65 is equal to 615. Find out easy ways to multiply by 10 and 20 and fill in the table. നോക്കൂ, find out easy way to multiply by
10. ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് 10 കൊണ്ട് 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? ഈ ടേബിൾ നോക്കൂ. 10 × 10 100. ഇനി ഈസിയാണ്. സീറോസ് അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അറ്റത്ത്. അപ്പോൾ ആൻസർ കിട്ടുള്ളൂ. 11 × 10 110. 13 × 10 130. 16 × 10 16. 116. 19 × 10 119. അങ്ങനെ ഈ കോളം ഫുൾ ഫില്ല് ചെയ്യാം. ഇതേപോലെ 10 × 20 200. 11 × 20 220. 13 × 20 216. 16 × 20 32. 19 × 20 380. ഇവിടെയുള്ള നമ്പറിന് ഒന്ന് പ്രത്യേകതയുണ്ട്, ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ഫസ്റ്റത്തത് 10 × 10 ആണ്, പിന്നത് 10 × 20 ആണ്, പിന്നത്തത് ഒരു നമ്പർ അതിൻ്റെ നേരെ സെയിം നമ്പർ 10 × 10 20 × 20 30 × 30 40 × 40 50 × 50 അല്ലേ? 10 × 10 11 × 10 13 × 10 ഇതിലൊക്കെ 10 കൊണ്ട് ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താലും നമ്പർ എടുക്കുക, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ എന്ത് ചെയ്യുക, ഒരു 0 ആഡ് ചെയ്യുക. അപ്പോൾ ഏതൊരു നമ്പറിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ അറ്റത്ത് ഒരു 0 ആഡ് ചെയ്താൽ ആ നമ്പറായി, ആൻസറായി. ഇനി 10 × 20 ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആ നമ്പറിൻ്റെ 2നെ കൊണ്ട് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുക, ആ 0 ആഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ചെയ്യാനുള്ളത്. 2 കൊണ്ട് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അറ്റത്ത് 0 ആഡ് ചെയ്യുക. ഇനി ഒരു നമ്പർ അതിൻ്റെ നേരെ സെയിം നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യാം? ആ നമ്പറിൻ്റെ 2 × 20 × 20 ചെയ്യാൻ പറഞ്ഞതെങ്കിൽ എന്ത് ചെയ്യുക? 2 എടുക്കുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആൻസർ 4 കിട്ടും. എന്നിട്ട് ഇവിടെ എത്ര സീറോസ് ഉണ്ട് ബാക്കിയിടാൻ? 2 zeros. അപ്പോൾ 400. അതേപോലെ 13 × 13 ആണെങ്കിൽ എന്ത് ചെയ്യുക? 3 × 3 ചെയ്യുക, 9 ചെയ്യുക, ബാക്കി 2 zeros ഇട്ടെടുക്കുക. 4 × 4 ആണെങ്കിൽ 16 എഴുതുക, 2 0. അങ്ങനെ ഈ ടേബിൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക. ഈസിയാണ് പഠിക്കാൻ. Like this, find out how we can multiply by 30, 40, 50 and write it down in your notebook. ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? 30ൻ്റെയും 10ൻ്റെയും 20ൻ്റെയും ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. 30ൻ്റെയും 40ൻ്റെയും 50ൻ്റെയും ഒക്കെ കൂട്ടുകാർ എഴുതുക. അപ്പോൾ എന്ത് ശ്രദ്ധിച്ചാൽ മതി? ഏത് നമ്പറാണോ തരുന്നത് വെച്ചാൽ സീറോസ് കണ്ട് പേടിക്കരുത്. സീറോസിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആൻസറിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി. ജസ്റ്റ് ആ നമ്പർ എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ കൂടെ സീറോസ് ആഡ് ചെയ്താൽ ആൻസർ റെഡിയായി. ഇത്രയേ ഉള്ളൂ. 13, 14, 15 ഒക്കെ കൂടുക, നോട്ട് ബുക്കിൽ എഴുതി കംപ്ലീറ്റ് ചെയ്യുക. ഇനി അടുത്തത് നോക്കൂ. 1 × 8 8. 2 × 8 16. ഈ ബാക്കി കൂട്ടുകാർ എഴുതൂ. 3 × 8 24. 4 × 8 32. 5 × 8 14. 6 × 8 48. 7 × 8 56. 8 × 8 64. 9 × 8 78. 10 × 8 80. ഇനി ഇത് 6ൻ്റെ കോളം ഇപ്പുറത്ത് കണ്ടില്ലേ? 1 × 6 6. 2 × 6 12. 3 × 6 18. 4 × 6 24. 5 × 6 30. 6 × 6 36. 7 × 6 42. 8 × 6 48. 5 × 6 54. 10 × 6 60. ഇത് രണ്ടും എങ്ങനെ എഴുതാം? 1 × 8 + 1 × 6 is equal to 1 × 14 എന്ന് വെച്ചാൽ നമുക്ക് 1 × 14 എന്ന് നമ്മളോട് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് അത് 1 × 8 ആക്കാം, 1 × 6. ഇത് വലിയ നമ്പർ ഏതാണ്? 14. ഈ 14 സ്പ്ലിറ്റ് ചെയ്ത് 2 ആക്കുക. അപ്പോൾ എങ്ങനെ കിട്ടി? 8ഉം 6ഉം ആക്കി. ഒരു നമ്പർ നമ്മൾ മാറ്റം വരുത്തേ വേണ്ട, ഒന്നിനെ അങ്ങനെ തന്നെ നിർത്തുക. അപ്പോൾ 1 × 8 + 1 × 6 എന്ന് പറഞ്ഞാൽ 1 × 14ക്ക് തുല്യമാണ്. 2 × 8 + 2 × 6 എന്ന് വെച്ചാൽ അവിടെ എന്താ എഴുതിയത്? 2 × 14 എന്ന് പറയുന്നത് ടു കീപ്പ് ആസ് സച്ച്. എന്നിട്ട് 14നെ നമ്മൾ എന്ത് ചെയ്യുക? 8ഉം 6ഉം ആക്കി സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ 2 × 8 + 2 × 6 ആണ് 2 × 14. 1 × 4 14. 2 × 4 നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ അറിയാതെ നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്ത് നോക്കിയാൽ എന്ത് കിട്ടും? ഈ ടേബിൾ പഠിക്കാത്തവർക്കും ഇതിൻ്റെ ആൻസർ കിട്ടും. 3 × 14 എന്താണ് ആൻസർ? 42. 4 × 4 14 56. 7 × 14 17.
5 into 14, 17, 6 into 14, 84, 7 into 14, 98, 18 into 14, 112, 9 into 14, 126, 10 into 14, 140. അതിൽ ഇതുപോലെ തന്നെ നമുക്ക് ഏതും കൂടി ചെയ്യാം. 1 into 9, 9. 1 into 5, 5. 2 into 9, 18. 2 into 5, 10. ഇനി നമ്മളോട് 1 into 4, 14 എന്ന് പറഞ്ഞത് 8ഉം 6ഉം ആക്കി തന്നെ എടുക്കണമെന്നൊന്നുമില്ല. 9ഉം 5ഉം അങ്ങനെയും ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈസിയാണ്. 1 into 9 പ്ലസ് 1 into 5 അതും 1 into 14 ആണ്. 2 into 9 പ്ലസ് 2 into 5 2 into 14 ആണ്. ഇതിൻ്റെ ആൻസർ ഇവിടെ ഉണ്ട്. 2 into 1 into 5 5, 1 into 9 9. അത് രണ്ട് ആൻസർ ആഡ് ചെയ്യുക. 1 into 14 കിട്ടി. 2 into 9 18 ആണ്. 2 into 10 10 ആണ്. 2 into 5 10 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്യുക. അത് തന്നെയാണ് 2 into 14ഉം. ഹൗ ഐ ഫൗണ്ട് ഔട്ട്. നെക്സ്റ്റ് ഹൗ ഐ ഫൗണ്ട് ഔട്ട്. ഇതും നിങ്ങൾ ചെയ്ത് നോക്കണേ. ഇനി ഇവിടെ നേരത്തെ ചെയ്തത് 1 into 8, 1 into 6. ഇനി നിങ്ങൾക്ക് അടുത്തത് എങ്ങനെ ചെയ്യാം? 3 into 8 plus 3 into 6, 3 into 14 അങ്ങനെയും ചെയ്യാം. 4 into 8, 4 into 6, 4 into 14. ഇപ്പോൾ നിങ്ങളിവിടെ ചെയ്തത് എയ്റ്റിൻ്റെതും 5 into 8, 5 into 16 ഇങ്ങനെ ഈ കോളം കംപ്ലീറ്റ് ചെയ്യാം. 8 into 6, 8 into 8 plus 8 into 6, 8 into 14, 9 into 8 plus 9 into 6, 9 into 14, 10 into 8 plus 10 into 6, 10 into 14 ഇങ്ങനെയും ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. Fill in the bill. See the bill of the things children bought from the school store. Fill the missing numbers. ഇനി സ്കൂൾ സ്റ്റോറിൽ നിന്ന് കുട്ടികൾ കുറച്ച് എന്ത് ചെയ്താണ് സാധനങ്ങൾ വാങ്ങിയതാണ് അല്ലേ. അപ്പം പ്രൈസ് ലിസ്റ്റ് ഐറ്റം പെൻസിൽ ഷാർപ്നർ, ഇറൈസർ, പെൻസിൽ, സ്കെയിൽ, നോട്ട്ബുക്ക്, പെൻ, ബ്രഷ്, പെൻസിൽ ബോക്സ്, സിസേഴ്സ്. പ്രൈസ് 1 rupee, 2 rupee, 3 rupee, 12 rupee, 15, 6 rupee, 7 rupee, 25 rupee, 30 rupees. ഇതൊക്കെയാണ് സ്കൂൾ സ്റ്റോറിൽ നിന്ന് കുറച്ച് പിള്ളേർ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നിൽക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ആ ഷോപ്പിലുള്ള ആൾ ഓരോ കുട്ടികൾക്ക് അവർ വാങ്ങിയ സാധനങ്ങൾക്കനുസരിച്ച് ബില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ബിൽ നമ്പർ 1 ഐറ്റം. ഫസ്റ്റിലെ കുട്ടി എന്തൊക്കെ വാങ്ങിയിട്ടുണ്ടോ നോക്കൂ. പെൻസിൽ ബോക്സ്, നമ്പർ, പ്രൈസ്, ടോട്ടൽ. ബില്ലിലെ ഓരോ കോളം ശ്രദ്ധിച്ച് നോക്കുക. ഐറ്റം, നമ്പർ, പ്രൈസ്, ടോട്ടൽ. ഐറ്റം പെൻസിൽ ബോക്സ്, സ്കെയിൽ. ഒരു കുട്ടി വാങ്ങിയതാണ് പെൻസിൽ ബോക്സും സ്കെയിലും. എത്ര എണ്ണം വാങ്ങിയാണ്? അത് നമ്പേഴ്സാണ് ഇവിടെ എഴുതിയത്. നമ്പർ 2 പെൻസിൽ ബോക്സ്, 4 സ്കെയിൽ. പ്രൈസ് ഒരു പെൻസിൽ ബോക്സിൻ്റെ വിലയാണ് 25 rupees. അങ്ങനെ സ്കെയിലിൻ്റെ പ്രൈസ് എത്രയാണ്? 12 rupees. അങ്ങനെ പെൻസിൽ ബോക്സിൻ്റെ വില എത്രയാവും? 2 into 25, ടോട്ടൽ 50. ഇനി 4 സ്കെയിൽ വാങ്ങി എത്ര രൂപയാണ്? 12 rupees. 4 into 12 48 rupees. ടോട്ടൽ എത്ര രൂപയായി? 98 rupees. അങ്ങനെയാണെങ്കിൽ ബിൽ 2. ബിൽ 2ൽ ഇവിടെ എത്രയൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് ആൻസർ 35 rupees തന്നിട്ടുണ്ട്. അപ്പോൾ 35 rupees കിട്ടുന്ന രീതിയിൽ വേണം ഇതിനെ അറേഞ്ച് ചെയ്യാൻ. 7 പെൻസിൽസ് വാങ്ങി ഓരോന്നിന് എത്ര രൂപയാണ്? 3 rupees. അപ്പോൾ 7 into 3 21. ബ്രഷ് 2 എണ്ണം വാങ്ങി 7 rupees. 2 into 7 14. മൊത്തം ആഡ് ചെയ്താൽ എത്ര രൂപ കിട്ടും? 35 rupees. അടുത്ത ബിൽ നമ്പർ 3
ഐറ്റം നോട്ട്ബുക്ക്, പ്രൈസ് 15, പെൻസിൽ പ്രൈസ് 3 അല്ലേ. ഇനി ടോട്ടൽ 90 റുപ്പീസേ പാടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സ് സെലക്ട് ചെയ്യണം. അപ്പോൾ 3 ഇൻറ്റു 15 ചെയ്താൽ 45 കിട്ടും. 15 ഇൻറ്റു 3 ചെയ്താൽ 45 കിട്ടും. ടോട്ടൽ ആഡ് ചെയ്താൽ 90 റുപ്പീസ് ലഭിക്കും. ഇനി ബിൽ നമ്പർ 4, സ്കെയിൽ, പെൻ, എറൈസർ. അവിടെ എത്ര നമ്പർ എടുത്തു എന്നുള്ളത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുക. 12 റുപ്പീസ്, 6 റുപ്പീസ്, 2 റുപ്പീസ്. ഇതാണ് പ്രൈസസ്. ടോട്ടൽ എങ്ങനെ എഴുതാം? നമുക്ക് 100 റുപ്പീസേ ടോട്ടൽ വരാൻ പാടുള്ളൂ. അതനുസരിച്ച് റീഅറേഞ്ച് ചെയ്യണം. 5 ഇൻറ്റു 12 60, 6 ഇൻറ്റു 6 36, 2 ഇൻറ്റു 2 4. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ആയിട്ടുണ്ടാവും? 16 + 36 + 4, that is 100 rupees. Jwala bought 4 things for 100 rupees. What all things did she possible buy? How many of each? Make a bill and write it in your notebook. അപ്പോൾ 100 റുപ്പീസിന് 4 തിങ്സ് ആണ് ജ്വാല വാങ്ങിയത്. വാട്ട് ഓൾ തിങ്സ് ഡിഡ് ഷീ പോസിബിൾ ബൈ? എത്ര സാധനങ്ങൾ അവർക്ക് വാങ്ങാൻ കഴിയും? അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ഓഫ് ഈച്ച്? ഓരോ സാധനങ്ങളും എത്ര വെച്ചിട്ട് വാങ്ങാൻ കഴിയും? നിങ്ങൾ ഒരു സ്വന്തമായിട്ടൊരു ബില്ല് ഉണ്ടാക്കുക. മേക്ക് എ ബിൽ ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. എങ്ങനെ എഴുതാം? നമുക്ക് ഓരോന്നിൻ്റെ വില, ഇവിടെ പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് ഫസ്റ്റ് സിസേഴ്സ് വാങ്ങാം. സിസേഴ്സിന് 30 റുപ്പീസ് അല്ലേ. ഇനി സിസേഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ പെൻസിൽ ബോക്സ്. പെൻസിൽ ബോക്സിന് 25 റുപ്പീസ്. നോട്ട്ബുക്ക് ഒന്നിൻ്റെ വില 15. അങ്ങനെയാണെങ്കിൽ രണ്ടെണ്ണത്തിന് എത്രയാവും? 30. ഇനി അടുത്തത് എന്താണ്? പെൻസിൽ 3 റുപ്പീസ്. അങ്ങനെയാണെങ്കിൽ അവൾ 5 പെൻസിൽ വാങ്ങി. അങ്ങനെ 15 റുപ്പീസ്. ടോട്ടൽ ആഡ് ചെയ്തോളൂ. 30 + 25 + 30 + 15, that is 100. ഇനി ഒരു പസിൽ കോർണറാണ്. ആദീസ് മണി ബോക്സ്. On Adi's birthday, grandmother gave her 1 rupee and she put it in her money box. Next day, she gave double of this. On the third day, she gave double the money she gave on the second day. If she continued like this, how much would Adi have in her money box after 7 days? അപ്പോൾ ആദി എന്ന് പറഞ്ഞ കുട്ടിക്ക് ഒരു മണി ബോക്സ് ഉണ്ട്. അവരുടെ ഗ്രാൻഡ് മദർ എന്ത് ചെയ്തു? ഓരോ ദിവസം ക്യാഷ് കൊടുക്കും. എങ്ങനെയാണോ ക്യാഷ് കൊടുക്കുന്ന രീതി? ആദ്യം 1 റുപ്പി കോയിൻ കൊടുത്തു. നെക്സ്റ്റ് ഡേ അതിൻ്റെ ഡബിൾ കൊടുത്തു. അപ്പോൾ എത്ര കൊടുത്തു? 2 കൊടുത്തു. ഓൺ ദ തേർഡ് ഡേ ഷീ ഗേവ് ഡബിൾ ദ മണി ഷീ ഗേവ് ഓൺ ദ സെക്കൻഡ് ഡേ. സെക്കൻഡ് ഡേ കൊടുത്തതിൻ്റെ ഡബിളാണ് തേർഡ് ഡേ കൊടുക്കുന്നത്, എന്ന് വെച്ചാൽ 4. അപ്പോൾ അതിൻ്റെ അടുത്ത ദിവസം 8, അതിൻ്റെ അടുത്ത ദിവസം അതിൻ്റെ ഡബിൾ 16, പിന്നെ അതിൻ്റെ അടുത്ത ദിവസം അതിൻ്റെ ഡബിൾ 32, അതിൻ്റെ അടുത്ത ദിവസം അതിൻ്റെ ഡബിൾ 64. മൊത്തം ആഡ് ചെയ്താൽ 1 + 2 + 4 + 8 + 16 + 32 + 64, that is equal to 127. Then next question, pencil box. Minha put 5 pencil in a packet and 4 such packets in a box. Sold 6 such boxes to Nanma store and 4 boxes to Myanmar store. How many pencil did she sell in all? The price of the pencil is 5 rupees. How much money did Minha got? Minha 5 പെൻസിൽ ഒരു പാക്കറ്റിലിട്ടു. ആൻഡ് 4 സച്ച് പാക്കറ്റ്സ് ഇൻ എ ബോക്സ്. അങ്ങനത്തെ ഒരു പാക്കറ്റിൽ 5 പെൻസിലിട്ടു. അങ്ങനത്തെ എത്ര ബോക്സ് ഉണ്ടാക്കി? 4 ബോക്സ് ഉണ്ടാക്കി. സോൾഡ് 6 സച്ച് ബോക്സസ് ടു നെന്മാ സ്റ്റോർ. അങ്ങനത്തെ 6 ബോക്സസ് നെന്മാ സ്റ്റോറിലും സെയിൽ ചെയ്തു. 4 ബോക്സസ് മ്യാൻമാർ സ്റ്റോറിലും സെയിൽ ചെയ്തു. ഹൗ മെനി പെൻസിൽ ഡിഡ് ഷീ സെൽ ഇൻ ഓൾ? അങ്ങനെയാണെങ്കിൽ അവൾ മൊത്തം എത്ര പെൻസിൽ സെയിൽ ചെയ്തിട്ടുണ്ടാവും? ദ പ്രൈസ് ഓഫ് ദ പെൻസിൽ ഇസ് 5 rupees. ഹൗ മച്ച് മണി ഡിഡ് മേന ഗെറ്റ്? അവർക്ക് എത്ര പൈസ ലഭിച്ചിട്ടുണ്ടാവും? നമുക്ക് നോക്കാം. നമ്പർ ഓഫ് പെൻസിൽ ഇൻ എ പാക്കറ്റ്. ഒരു പാക്കറ്റിൽ 5 പെൻസിൽ.
നമ്പർ ഓഫ് പെൻസിൽസ് ഇൻ എ ബോക്സ്, ഒരു ബോക്സിൽ മൊത്തം എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ അവൾ ഒരു ബോക്സിൽ എത്ര പെൻസിലിട്ടു? 5 പെൻസിലിട്ടു. ഇനി അങ്ങനെയുള്ള എത്ര ബോക്സസ് അവളെ കയ്യിലുണ്ട്? 5 × 4 20 അല്ലേ? മൊത്തം 4 ബോക്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര പെൻസിൽ ഉണ്ടാവും? 5 × 4 20 പെൻസിൽസ് ഒരു ബോക്സിലുണ്ടാവും. ഇനി നമ്പർ ഓഫ് പെൻസിൽസ് സോൾഡ് ടു നെന്മാ സ്റ്റോർ, നെന്മാ സ്റ്റോറിൽ അങ്ങനെയുള്ള എത്ര പെട്ടികളാണ് അവൾ വിറ്റത്? 6 പെട്ടികൾ. ഓരോ പെട്ടിയിലും 20 പെൻസിലുണ്ട് അല്ലേ? ഓരോ പാക്കറ്റ്സിലും 5 പെൻസിൽ, അങ്ങനെയുള്ള 4 ബോക്സസ്. ആ 4 ബോക്സസിൽ 6 എണ്ണം നെന്മാ സ്റ്റോറിൽ കൊണ്ടുപോയി സെയിൽ ചെയ്തു. അപ്പോൾ 6 × 20 എത്രയായി? 120. ഇനി നമ്പർ ഓഫ് പെൻസിൽസ് സോൾഡ് ടു മേന്മാ സ്റ്റോർ, മേന്മാ സ്റ്റോറിലോ 4 × 20 80 അല്ലേ? 4 × 20 80. ഇനി amount മിൻഹ ഗോട്ട്, അപ്പം മൊത്തം എത്ര പൈസ കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് ചോദിക്കുന്നത്. ആദ്യം നെന്മാ സ്റ്റോറിൽ 120 ബോക്സസും മേന്മാ സ്റ്റോറിൽ 80 ബോക്സസും വിറ്റു. അപ്പം മൊത്തം എത്ര പെൻസിൽ അവൾ സെയിൽ ചെയ്തപ്പോൾ? മൊത്തം 120 + 80 200 പെൻസിൽസ് ഓള് സെയിൽ ചെയ്തു. ഇനി ഒരു പെൻസിലിന് എത്ര രൂപ വെച്ചാണ് അവൾ വാങ്ങിയത്? 200 × 5, ദാറ്റ് ഈസ് 2 × 5 ചെയ്യുക. അപ്പോൾ 10 കിട്ടും. 200 ബാക്കി സീറോസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര ഈ ആൻസർ കിട്ടിയത്? 1000 റുപ്പീസ്. 1000 റുപ്പീസാണ് നമുക്ക് ആൻസർ കിട്ടിയത്. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത രീതികളെല്ലാം ഹൗ ഐ കാൽക്കുലേറ്റഡ് എന്നതിൽ ഫില്ല് ചെയ്യാം. ഇനി പസിൽ കോർണർ. പസിൽ കോർണറിൽ എന്താ പറയുന്നത് നോക്കൂ. മിൻഹ ഹാസ് സം പെൻസിൽ ഇൻ ഈച്ച് ഹാൻഡ്. If one pencil is shifted from the left hand to the right, the number of pencil in it would be double the number of pencil on the left hand. If one pencil is shifted from the right hand to the left, the number of pencil in both hands would be equal. How many pencils does she have in each hand? ഇനി മിൻഹ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ആ കുട്ടി എന്ത് ചെയ്തു? 2 കയ്യിലും കുറച്ച് പെൻസിൽസ് വെച്ചു. സം പെൻസിൽ ഇൻ ഈച്ച് ഹാൻഡ്. 1 പെൻസിൽ ഷിഫ്റ്റഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റ് എന്നൊരു പെൻസിൽ എടുത്തിട്ട് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. നമ്പർ ഓഫ് പെൻസിൽ ഇറ്റ് വുഡ് ബി ഡബിൾ ദ നമ്പർ ഓഫ് പെൻസിൽ ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ്. അപ്പോൾ ഒരു പെൻസിൽ ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് റൈറ്റ് ഹാൻഡിലേക്ക് കൊടുത്തപ്പോൾ എന്തായി? ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് ഡബിൾ എവിടെയായി? റൈറ്റ് ഹാൻഡിലായി. If one pencil is shifted from the right hand to the left, ഇനി റൈറ്റ് ഹാൻഡിൽ നിന്ന് ഒരു പെൻസിൽ ലെഫ്റ്റ് ഹാൻഡിലേക്ക് കൊടുത്തപ്പോൾ അതെന്തായി? The number of pencil in both hands would be equal. 2 കയ്യിലെയും പെൻസിൽ ഈക്വലായി. How many pencils does she give in each hand? അങ്ങനെയാണെങ്കിൽ ഓളെ കയ്യിലെ എത്ര പെൻസിൽ ഉണ്ടായിട്ടുണ്ടാവും? ലെഫ്റ്റ് ഹാൻഡിലും റൈറ്റ് ഹാൻഡിലും നേരത്തെ ഓൾ എത്ര എണ്ണം പിടിച്ചിട്ടുണ്ടാവും? എങ്ങനെ എഴുതാം? ലെഫ്റ്റ് ഹാൻഡിൽ 5 പെൻസിൽസ്, റൈറ്റ് ഹാൻഡിൽ 7 പെൻസിൽ. അപ്പം ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് 1 റൈറ്റ് ഹാൻഡിലേക്ക് കൊടുത്തപ്പം ലെഫ്റ്റ് ഹാൻഡിൽ 4, റൈറ്റ് ഹാൻഡിൽ എത്രയായി? 8. ഇനി അപ്പോൾ അവർ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ, ഡബിളായി. ഇനി if one pencil is shifted from the right hand to the left hand, number of pencil in both hands would be equal. ഇനി number of pencils രണ്ടിലും ഈക്വലായി. How many pencils did she give in each hand? 5 + 7 12. മനസ്സിലായില്ലേ? 5ൽ നിന്ന് 7ലേക്ക് കൊടുത്തു. ഇനി അവൾ അതിൽ നിന്ന്
ഇങ്ങോട്ടേക്കും മാറ്റി. അപ്പം അത് റെഡിയായി അല്ലേ? മിഡ് ഡേ മീൽ സ്കീം. ശ്യാമള ചേച്ചി കുക്സ് ഫുഡ് ഇൻ Ayanimala School. She is paid 600 rupees per day as a wage. She works 20 days in June. How much amount did she get? In July, she worked for 22 days. How much amount did she get? എങ്ങനെ ചെയ്യാം? how I calculated, how my friend calculated കോളത്തിൽ ഫില്ല് ചെയ്യാം. ശ്യാമള ചേച്ചിക്ക് എത്രയാണ് അവർ പേ ചെയ്യുന്നത്? 600 റുപ്പീസാണ് ഒരു ഡേ. അങ്ങനെ അവൾ എത്ര ദിവസം വർക്ക് ചെയ്തു? ജൂണിൽ 20 ഡേയ്സ്. ഹൗ മച്ച് എമൗണ്ട് ഷീ ഗെറ്റ്? അങ്ങനെയാണെങ്കിൽ അവൾക്ക് എത്ര പൈസ കിട്ടിയിട്ടുണ്ടാവും? ഇപ്പോൾ 600 ഇൻറ്റു 20. കൂട്ടുകാരെങ്ങനെ ചെയ്യണം? 6നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആ ആൻസറിൻ്റെ കൂടെ ബാക്കി സീറോസും കൂടി ആഡ് ചെയ്താൽ എന്തായി? നമ്മുടെ ആൻസറായി. എത്രയായി? 12,000 റുപ്പീസ് നമ്മളെ ശ്യാമള ചേച്ചിക്ക് കിട്ടുന്ന പൈസ. അങ്ങനെയാണെങ്കിൽ അത് ഏത് മാസത്തിലാണ്? ജൂൺ മാസത്തിലേതാണ്. അങ്ങനെയാണെങ്കിൽ ജൂലൈ മാസത്തിൽ എത്ര ഉണ്ടാവും? ജൂണിൽ 12,000. അങ്ങനെയാണെങ്കിൽ ജൂലൈയിൽ ഉണ്ടാകുന്ന ക്യാഷ് എങ്ങനെയാണ്? 600 ഇൻറ്റു 22. കൂട്ടുകാർ എങ്ങനെ ചെയ്യാം? 20 ഇൻറ്റു 2 വെച്ചിട്ട് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് സീറോസ് വെച്ച് ആഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 600 ഇൻറ്റു 22 എന്ന് പറഞ്ഞാൽ 1320. എങ്ങനെ ചെയ്യാം? 6 ഇൻറ്റു 100 പ്ലസ് 2 ഇൻറ്റു 2 പ്ലസ് 20 പ്ലസ് 2നെ 600 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്ത് ആൻസർ ചെയ്യാം. എന്നിട്ട് മൊത്തം എത്ര ഉണ്ടാവുന്ന ആഡ് ചെയ്യാം. എത്ര ഉണ്ടാവും? 12,000ഉം 13,200ഉം കൂടി ആഡ് ചെയ്ത് എഴുതാം. അല്ലെങ്കിൽ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. മൾട്ടിപ്ലൈ ബൈ 100, 200, 300. ഈ കോളം എങ്ങനെ ഫില്ല് ചെയ്യാം? 1 ഇൻറ്റു 100, 100, 2 ഇൻറ്റു 100, 200. സിമ്പിളാണ്. 1നെ 100 മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ 100. 2നെ 100 മൾട്ടിപ്ലൈ 200, 300, 300, 400, 500, 800, 1000, 1200, 1500, 1800, 2000. അങ്ങനെ ഫില്ല് ചെയ്ത് പോവാം. ഇനി 1 ഇൻറ്റു 200 എങ്ങനെ എഴുതാം? 200, 2 ഇൻറ്റു 200, 2 ഇൻറ്റു 200, 400, 3 ഇൻറ്റു 100, 600 അങ്ങനെ എഴുതാം. സിമ്പിളായിട്ട് എങ്ങനെ ചെയ്താൽ മതി? 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അവസാനം ആ സീറോസ് ആഡ് ചെയ്യുക. ഇത്രയും സിമ്പിളാണ്. ഇനി 1 ഇൻറ്റു 300 ആണെങ്കിലോ? 300, 600, 900, 1500, 2400 അങ്ങനെ ആ കളി ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുക. ഇത് കൂട്ടുകാർ എഴുതിയെടുക്കണേ. റൈറ്റ് ദ ഈസി വേ ടു മൾട്ടിപ്ലൈ ബൈ 100, 200, 300 ഇൻ യുവർ നോട്ട്ബുക്ക്. ഇപ്പോൾ നിങ്ങൾ ഈ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കിയില്ലേ? ഇപ്പോൾ ഇതിൽ ഈസി ഉണ്ട്. നമുക്ക് 100, 200, 300, 400, 500 നമുക്ക് ഈസിയാണ്. അതേപോലെ തന്നെ 200ൻ്റെയും 100ൻ്റെ ഡബിൾ ആയിരിക്കും 200 വരിക. ഇനി 300 ആണെങ്കിലോ അതിലേക്ക് ഒരു 100 കൂടി ആഡ് ചെയ്ത് വരിക. അല്ലെങ്കിൽ 300നോട് കൂടി വേറെ 300 കൂടി ആഡ് ചെയ്താൽ 600 ആയി. 600നോട് വേറെ 300 കൂടി ആഡ് ചെയ്താൽ 900 ആയി. അങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി സ്റ്റഡി ട്രിപ്പ്. അടുത്തത് ക്വസ്റ്റ്യൻ. 40 children of class 4, 3 teachers and 2 parents
went to Game City. Tickets are 100 rupees for adults and 50 rupees for children. How much should they pay? അപ്പോൾ 40 ചിൽഡ്രൻസ് ഒരു ക്ലാസ്സിലുള്ളവർ അവരെങ്ങനെ 3 ടീച്ചേഴ്സും 2 പാരൻസും ഒരു ഗെയിം സിറ്റിയിലേക്ക് പോയി. അപ്പോൾ ടിക്കറ്റിന് 100 റുപ്പീസാണ് അഡൽറ്റിന്, വലിയ ആൾക്കാർക്ക് 50 റുപ്പീസാണ് ഓരോ കുട്ടികൾക്കും. ഹൗ മച്ച് ഷുഡ് ദേ പേ? അങ്ങനെയാണെങ്കിൽ ഓരോ എത്ര രൂപ കൊടുക്കേണ്ടി വരും? ഹൗ ഐ കാൽക്കുലേറ്റഡ്? നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തത് ഫ്രണ്ട് കാൽക്കുലേറ്റ് ചെയ്ത രീതിയിൽ ഇവിടെ എഴുതാം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ഇവിടെ എത്ര മുതിർന്നവരുണ്ട്? 3 ടീച്ചേഴ്സും 2 പാരൻസും ഉണ്ട്. അപ്പം മൊത്തം 5 പേരുണ്ട്. ആ 5 പേരിൽ ഓരോരുത്തർക്കും എത്ര രൂപയാണ്? 100 രൂപയാണ് അഡൽറ്റിന്. അപ്പോൾ 5 × 100 500. ഇനി പിള്ളേർക്കോ കുട്ടികൾക്കോ 40 ചിൽഡ്രൻസ് ഉണ്ട് അല്ലേ, ചിൽഡ്രൻ ഉണ്ട്. അപ്പോൾ 40 × 50 റുപ്പി. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയായിട്ടുണ്ടാവും? കൂട്ടുക, 4 നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ബാക്കി സീറോസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്ര രൂപയായി? 2000 റുപ്പീസ് അല്ലേ. 2000 + 500 2500. രണ്ടും ആഡ് ചെയ്താൽ 2500 കിട്ടും. എനിത്തിങ് സ്പെഷ്യൽ അബൌട്ട് ദ പ്രോഡക്റ്റ്? റൈറ്റ് വാട്ട് യു ഫൗണ്ട്. ഈ പ്രോഡക്റ്റ് കാണുക, അതിൻ്റെ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായതെന്ന് അതിൽ എഴുതുക. 1 × 96 96. 2 × 48 എന്ന് വെച്ചാൽ 96ൻ്റെ പകുതിയാണ് 48. ഇവിടെയോ 1ൻ്റെ ഡബിളാണ് 2. 2 × 48 അതും എന്താണ് 96. ഇനി അടുത്തത് 2ൻ്റെ ഡബിളാണ് എന്ത്? 4. അപ്പോൾ 48ൻ്റെ ഹാഫാണ് 24. 4 × 24 96. ഈ അടുത്തത് 4ൻ്റെ ഡബിൾ ചെയ്യുക, 24നെ പകുതിയാക്കുക. വീണ്ടും 8നെ ഡബിൾ ചെയ്യുക, 16 കിട്ടും. 24നെ ഹാഫ് ചെയ്യുക, അപ്പോൾ 12 കിട്ടും. വീണ്ടും 12നെ ഹാഫ് ചെയ്യുക, 8നെ ഡബിൾ ചെയ്യുക. വീണ്ടും 16നെ ഡബിൾ ചെയ്യുക, 6നെ ഹാഫ് ചെയ്യുക. ഇതിൻ്റെ ആൻസർ എല്ലാം എന്താണ്? 96 ആണ് ആൻസർ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഇഫ് വൺ സൈഡ് ഡബിൾഡ്, ഒരു സൈഡ് എന്ത് ചെയ്യുക? നമ്മൾ ഡബിൾ ചെയ്യുക. ആൻഡ് അറ്റ് ദ സെയിം ടൈം, അതേ സമയത്തിന് വൺ സൈഡ് ഹാഫ്, ദെൻ ദ മൾട്ടിപ്ലിക്കേഷൻ ആൻസർ ഇസ് സെയിം. ഒരു സൈഡ് ഡബിൾ ചെയ്യുക, മറ്റേ സൈഡ് ഹാഫ് ആക്കുക. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കിട്ടുന്ന മൾട്ടിപ്ലിക്കേഷൻ ആൻസർ സെയിം ആയിരിക്കും. ഇതാണ് നമുക്ക് അതിൽ നിന്നും മനസ്സിലായത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട് വാൾ കൺസ്ട്രക്ഷൻ. സി ഹൗ ബ്രിക്സ് ഫോർ കൺസ്ട്രക്ടിങ് എ വാൾ ഓർ സ്റ്റാക്ഡ് ഓൺ എ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കുറേ ബ്രിക്സുകൾ, കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള ബ്രിക്സുകൾ കൊണ്ടുപോയി നിരത്തിയിട്ടുണ്ട്. 3 rows with 5 bricks in each layer. 3 റോയില് 5 ബ്രിക്സ് വെച്ചിട്ടാണുള്ളത്. ആർ ദർ 4 such layers. അങ്ങനെ 4 ലേയേഴ്സ്. ഹൗ മെനി ബ്രിക്സ് ഇൻ ഓൾ? അപ്പോൾ മൊത്തം എത്ര ബ്രിക്സ് ഉണ്ടാവുന്ന ചോദിച്ചത്. എന്ന് വെച്ചാൽ 3 റോ ഉണ്ട്, ഓരോ റോയിലും 5 ബ്രിക്സ് ഉണ്ട്. അങ്ങനത്തെ എത്ര ലേയേഴ്സ് ഉണ്ട്? 4 ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ 3 × 5 × 4 ആണ് ആൻസർ. 3നെ ആദ്യം 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ ആൻസർ കൊണ്ട് 4നോട് മൾട്ടിപ്ലൈ ചെയ്യുക. കൂട്ടുകാർക്കറിയാം 3 × 5 എത്രയാണ്? 15. 15നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ 16. അപ്പോൾ മൊത്തം ബ്രിക്സ് 60 എണ്ണമാണ്, 60 നമ്പേഴ്സ്. ഇനി അതിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക. ഹൗ ഐ കാൽക്കുലേറ്റഡ് എന്നുള്ളിടത്ത് അതിൻ്റെ ആൻസർ എഴുതുക. പ്രോഡക്റ്റ് ഓഫ് ഡിജിറ്റ്സ്. പ്രോഡക്റ്റ് ഓഫ് ഡിജിറ്റ്സ്. Find the product of all digits of the number 1, 2, 3. 1 × 2 × 3 എന്ന് ചെയ്താൽ എത്ര ആൻസർ കിട്ടുക? 6. വാട്ട് അബൌട്ട് ദ പ്രോഡക്റ്റ് ഓഫ് ദി ഡിജിറ്റ് 1 to 1? 1 to 1ൻ്റെ ആൻസർ എന്താണ്? 2.
Can you find 3-digit numbers with product of the digit 2, 3, 5 and 7? ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? 3-digit നമ്പർ എഴുതുക. ഈ നമ്പറിൻ്റെ ആൻസേഴ്സ് 2 or 3, 5, 7 അതിൽ കൂടാൻ പാടില്ല. എങ്ങനെയാണ് എഴുതേണ്ടത്? 3-digit നമ്പർ എഴുതുക. ആ നമ്പറിൻ്റെ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എന്തെന്നെ ആവണം? 2, 3, 5, 7 ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പർ ആവണം. അപ്പോൾ പ്രോഡക്റ്റ് ഏതൊക്കെ എടുക്കാം നമുക്ക്? 2, 3, 5, 7 ആണ് ക്വസ്റ്റ്യന് പറയുന്നത്. അപ്പോൾ 2, 3, 5, 7 അതിൻ്റെ ആൻസർ ആയിട്ട് വരണം. ഫസ്റ്റ് 1, 1, 2 1, 1, 2 ഇത് ഏതൊക്കെ രീതിയിൽ എഴുതാം? 1, 1, 2 112, അടുത്തത് 1, 2, 121, അടുത്തത് 200, 1, 1. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എപ്പോഴും എന്താവുള്ളൂ? 3 ഡിജിറ്റ് നമ്പറാണ്. ആൻസർ 2. അടുത്തത് പ്രോഡക്റ്റ് 3 നമ്പേഴ്സ് 1ഉം 1ഉം 3ഉം അത് 3 ഓർഡറിൽ എഴുതാം. 113, 113, 131, 131, 311, 311. ഇതിൻ്റെ 1 into 1 into 3, 1 into 3 into 1, 3 into 1 into 1 എല്ലാ ആൻസർ എന്താണ്? 1. ഓക്കെ. നെക്സ്റ്റ് 5, 1, 1, 5 ഇതിന് ഏതൊക്കെ രീതിയിൽ എഴുതാം? 1, 1, 5 ആക്കി എഴുതാം, 1, 5, 1 ആക്കി എഴുതാം, 5, 1, 1 ആക്കി എഴുതാം. 1 into 1 into 5 എന്ന് എഴുതിയാലും 1 into 5 into 1 എഴുതിയാലും 5 into 1 into 1 എഴുതിയാലും ആൻസർ എന്തുതന്നെയാണ്? 5 തന്നെയാണ്. 7, 1, 1, 7 ഇതിലെ നമ്പേഴ്സ് വെച്ച് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 117, 171, 711, 711. ഇനി ഏത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ? 1 into 1 into 7 ആയാലും 1 into 7 into 1 ആയാലും 7 into 1 into 1 ആയാലും ആൻസർ തന്നെയാണ് 7. To the bank. Mitra mother went to the bank to withdraw some money. She got 3 bundles of 50 rupee notes with 100 notes. How much money in all? മിത്രയുടെ മദർ ബാങ്കിലേക്ക് പൈസ വിഡ്രോ ചെയ്യാൻ പോയി, പൈസ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഷീ ഗോട്ട് 3 ബണ്ടിൽസ് ഓഫ് 50 റുപ്പി നോട്ട്. 50 രൂപേൻ്റെ 3 കെട്ട് കൊടുത്തു. ഓരോ കെട്ടിലും എത്ര രൂപ ഉണ്ട്? എത്ര നോട്ട്സ് ഉണ്ട്? 100 നോട്ട്സ് ഉള്ള 50 രൂപേൻ്റെ 3 കെട്ട് കൊടുത്തു. ഹൗ മച്ച് മണി ഇൻ ഓൾ? മൊത്തം എത്ര പൈസ ഉണ്ടാവുന്ന ചോദിച്ചത്. അപ്പോൾ 3 ബണ്ടിൽസ് ഉണ്ട്. അപ്പോൾ 3 into 50 റുപ്പീസ് നോട്ട്സ്, 50 നോട്ട്സുകളുണ്ട്, 50 രൂപേൻ്റെ നോട്ട്സുകളുണ്ട്. ഓരോന്നിലും എത്ര നോട്ടുണ്ട്? 100 നോട്ടുണ്ട്. 100 നോട്ടുള്ള 50 രൂപേൻ്റെ 3 ബണ്ടിൽസ്. 3 into 50 into 100 that is equal to 150 into 100 എത്രയായി? 15,000, 15,000 രൂപ അല്ലേ? ഇനി എങ്ങനെ എഴുതാം? ഇപ്പോൾ മൊത്തം എത്ര നോട്ടുകളുണ്ട്? നമുക്ക് 3 ബണ്ടിൽസിൻ്റെ 100 നോട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതാം. ആ രീതിയിൽ ചെയ്ത് നോക്കാം. 3 into 100 മൊത്തം എത്ര നോട്ട്സ് ഉണ്ട്? 300 നോട്ട്സ്. അത് എത്ര രൂപേൻ്റെ നോട്ടാണ്? 50 രൂപേൻ്റെ നോട്ടാണ്. അപ്പോൾ 300 into 15, 15,000. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് എഴുതിയെടുത്തല്ലോ. ഹൗ ഐ കാൽക്കുലേറ്റഡ് എന്നുള്ളതിൽ 3 into 15 into 100ൻ്റെ ആൻസറും 300 into 15ൻ്റെ ആൻസറും രണ്ടും എഴുതിയെടുക്കുക. മാത്ത് മാഗസിൻ. See the number pattern Shrava made for the math magazine. What are their specialities? ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു കുറച്ച് ബുദ്ധിമുട്ടാണ്, അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണേ. See the number pattern Shrava made for the math magazine. What are their speciality? 1 into 1 എന്നുള്ളത് 1 into 1 എഴുതി. 1 plus 3 എന്ന് പറഞ്ഞാൽ 4 ആണ്. അതിനെ 2 into 2 4 ആക്കി എഴുതാം.
1+3+5 എന്താണ്? 9 ആണ്. ഇവിടെ നമ്മൾ എടുത്ത നമ്പേഴ്സ് എല്ലാം ഓഡ് നമ്പേഴ്സ്. 1, 3, 5, 7, 9, 11, 13, 15 അങ്ങനെ എടുക്കണം. അപ്പോൾ ഈ നമ്പേഴ്സ് തമ്മിൽ ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓഡ് നമ്പേഴ്സ് എത്ര എണ്ണമാണുള്ളത് എന്ന് ആദ്യം കൗണ്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് 1ഉം 3 എടുത്താൽ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട് അവിടെ? 2 ഓഡ് നമ്പേഴ്സ്. അതിൻ്റെ ആൻസർ ആഡ് ചെയ്ത ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണത്തിന് എത്ര എണ്ണമാണെന്ന് വെച്ചാൽ ആ എണ്ണത്തോണ്ട് തന്നെ ഗുണിച്ചാൽ കിട്ടുന്ന ആൻസർ ആയിരിക്കും. ഇപ്പോൾ 1, 3, 5 എന്നതിൽ 3 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. ഈ ഓഡ് നമ്പേഴ്സ് 1+3+5 ആഡ് ചെയ്ത ആൻസർ 9 ആണ്. അങ്ങനെയാണെങ്കിൽ മൊത്തം 3 ഓഡ് നമ്പേഴ്സ് ഉണ്ട് അല്ലേ? 1+3+5 3 ഓഡ് നമ്പേഴ്സാണ്, 1ഉം 3ഉം 5ഉം. അപ്പോൾ 3 എണ്ണാകുമ്പോൾ ഈ എണ്ണങ്ങൾ എത്ര എണ്ണമാണ്? 3 ആണ്. അതേ നമ്പറോട് മൾട്ടിപ്ലൈ 3 × 3 ആൻസർ 9. 1+3+5+7 ആഡ് ചെയ്താൽ ആൻസർ 16. അതെങ്ങനെ ചെയ്യാം? 1, 3, 5, 7 അപ്പോൾ 4 നമ്പേഴ്സ് മൊത്തം. ഈ 4 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 4 × 4 എടുക്കുക. എത്ര നമ്പേഴ്സാണോ എണ്ണം ഉള്ളത് വെച്ചാൽ അതേ നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആ ആൻസറും ഇത് ആഡ് ചെയ്ത ആൻസറും സെയിം ആയിരിക്കും. ഇതൊരു രീതിയാണ്. റൈറ്റ് ദ നെക്സ്റ്റ് 4 ലൈൻസ്. ഇനി അടുത്ത 4 ലൈൻസ് 1+3+5+7+9 ആൻസർ 25. 5 × 5. 1+3+5+7+9+11 ആൻസർ 36. 6 × 6. 1+3+5+7+9+11+13 is equal to answer 49. 77. 1+3+5+7+9+11+13+15 is equal to 8 × 8 64. Now can we calculate these? ഇനി നമുക്ക് ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഈ താഴെ കാണിക്കുന്നത് നോക്കാം. അതിൻ്റെ മുന്നേ തൊട്ടപ്പുറത്തുള്ള കോളം കൂടി ഫില്ല് ചെയ്തിട്ട് നോക്കാം. 2 is equal to 1 × 2. 2 + 4 that is equal to 6. 2 × 3. 2 + 4 + 6 12. 3 × 4. 2 + 4 + 6 + 8 is equal to 20. 4 × 5. ഇവിടെ നിന്ന് എന്ത് മനസ്സിലായി കൂട്ടുകാർക്ക്? ഇവിടെ 2, 4, 6, 8 ഇതെല്ലാം എന്ത് നമ്പേഴ്സാണ്? ഈവൻ നമ്പേഴ്സാണ്. ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മാണ് ഇവിടെ 2, 6, 12, 20 ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മ്. അങ്ങനെയാണെങ്കിൽ ഈ ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മ് എന്ന് പറയുന്നത് എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ടോ അതിനോട് കൂടി ഒരു നമ്പറും കൂടി ആഡ് ചെയ്തതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സി ഇവിടെ 2, 4, 6, 8 എത്ര നമ്പേഴ്സ് ഉണ്ട്? 4 ഈവൻ നമ്പേഴ്സ്. 4 ഈവൻ നമ്പേഴ്സിനെ ആഡ് ചെയ്താലുള്ള ആൻസർ 20 ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ടോ അത് ഇൻറ്റു, ഇപ്പോൾ ഈ കേസിൽ 2, 4, 6, 8ൽ 4 ഈവൻ നമ്പേഴ്സാണ്. 4 ഇൻറ്റു അതിനോട് ഒന്നും കൂടി കൂട്ടിയത് 5. 4 × 5. പിന്നെ മുകളിലെ കേസ് നോക്കൂ. 2, 4, 6ൽ എങ്ങനെയാണ്? 3 ഈവൻ നമ്പേഴ്സ്. 3 ഇൻറ്റു ഒന്നും കൂടി 3നോട് കൂടി ഒന്ന് ആഡ് ചെയ്താൽ എത്ര? 4. അപ്പോൾ 3 × 4 12. മനസ്സിലായില്ലേ? അപ്പോൾ അടുത്ത ലൈൻസൊക്കെ ഫില്ല് ചെയ്യാം. എങ്ങനെ എഴുതാം? 2 + 4 + 6 + 8 + 10 is equal to 13. 5 × 6. 2 + 4 + 6 + 8 + 10 + 12 is equal to 42. 6 × 7. 2 + 4 + 6 + 8 + 10 + 12 + 14 is equal to 56. 78. 2 + 4 + 6 + 8 + 10 + 12 + 14 + 16 is equal to 72. 8 × 9. Now can you calculate these? നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കാം? 1 + 3 + 5 + 7 + 19 ഇതിൽ മൊത്തം 10 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 10 × 10 നമുക്ക് ചെയ്യാം. 10 × 10. 1, 3, 5, 7 up to 90ൽ 10 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ 10 × 10. എത്ര നമ്പേഴ്സാണോ ഓഡ് നമ്പേഴ്സ് ഉള്ളത് അതേ നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 10 × 10. അങ്ങനെയാണെങ്കിൽ 1 to 99 നമ്പേഴ്സിൽ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ 50. 50 50 × 50 മൊത്തം 2500 ആണ് അതിൻ്റെ
മൊത്തം ആഡ് ചെയ്താൽ 1 + 3 + 5 + 7 + 9 + 11 + 13 + അങ്ങനെ 15 അങ്ങനെ ആഡ് ചെയ്ത് പോയാൽ 99 വരെ ചെയ്താൽ നമുക്ക് എന്താ ആൻസർ കിട്ടും? 2500. ദാറ്റ് ഈസ് 2500. അങ്ങനെയാണെങ്കിൽ അടുത്ത ഈവൻ നമ്പേഴ്സിൻ്റെ നമ്പേഴ്സ് ഒന്നും കൂടി ചെയ്ത് നോക്കാം. ഈവൻ നമ്പേഴ്സ് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഈവൻ നമ്പേഴ്സും ഇതുപോലെ തന്നെ നമ്മൾ എത്ര ടോട്ടൽ നമ്പർ ഓഫ് ഈവൻ നമ്പേഴ്സ് കൗണ്ട് ചെയ്യുക. ഇപ്പോൾ 4 നമ്പേഴ്സാണ് ഉള്ളത് വെച്ചെങ്കിൽ അതിലേക്ക് ഒന്നും കൂടി ആഡ് ചെയ്താൽ 5 എന്ന് കിട്ടും. അങ്ങനെ ഞങ്ങൾ 4 × 5 ചെയ്യുക. അതുപോലെ തന്നെ ഈ കേസിൽ നമുക്ക് നോക്കാം. 2 + 4 + 6 + 8 അപ് ടു 20 വരെയുള്ള നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ 10 ഈവൻ നമ്പേഴ്സ് ഉണ്ടാവും. 10 × 11 വെച്ചാൽ 10 × 11. 10നോട് 1 കൂട്ടിയതാണ് 11. 10 × 11 110. അങ്ങനെയാണെങ്കിൽ 2 + 4 + 6 + 8 അപ് ടു 100 എത്രയുണ്ട്? നോക്കിക്കോളൂ ആൻസർ. നമുക്ക് 2550 എന്ന് ആൻസർ ലഭിക്കും. ഇത്രയാണ് നമുക്ക് ഈ പാഠത്തിൽ ചെയ്യാനുള്ളത്. ഇനി അടുത്ത മോർ ആക്ടിവിറ്റീസ് ചെയ്ത് നോക്കാം. എ വാൾ ഈസ് ബീയിങ് ബിൽറ്റ് അറൗണ്ട് Ainimala School. 3 masons and 2 helpers finished the job in 8 days. Each mason was paid 1000 rupees and each helpers 800 rupees per day. How much money was paid in all? എന്താണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കൂ. ഒരു വാൾ, ഒരു ചുമര് നിർമ്മിക്കാൻ ഐനിമല സ്കൂളിൽ എത്ര ജോലിക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്? 3 മേസൺ ആൻഡ് 2 ഹെൽപ്പേഴ്സ്. ഇത് പടവ് ചെയ്യുന്ന ആൾക്കാരെയാണ് മേസൺ എന്ന് പറയുന്നത്. തേക്കിനെ പഠിക്കുന്ന ആൾക്കാരെയാണ് മേസൺ എന്ന് പറയുന്നത്. അങ്ങനെ 3 മേസൺസിനെയും 2 ഹെൽപ്പേഴ്സിനെയും ഒരു ജോബിന് വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. എത്ര ദിവസം എടുത്തിട്ട് ജോബ് കംപ്ലീറ്റ് ചെയ്യുന്നത്? 8 days. ഈച്ച് മേസൺ വാസ് പെയ്ഡ് 1000 rupees ആൻഡ് ഈച്ച് ഹെൽപ്പേഴ്സ് 800 rupees per day. അവർ ഓരോ മേസൺസിനും കൊടുക്കുന്ന പൈസയാണ് പറയുന്നത് എത്ര? 1000 rupees. ഒരു ഹെൽപ്പർക്ക് കൊടുക്കുന്ന പൈസ കൂടെ ജോലിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്ക് കൊടുക്കുന്ന പൈസയാണ് 800 rupees. ഹൗ മച്ച് മണി വാസ് പെയ്ഡ് ഇൻ ഓൾ? അങ്ങനെയാണെങ്കിൽ 8 ദിവസം കൊണ്ട് ഇവർക്ക് മൊത്തം എത്ര സംഖ്യ കൊടുത്തിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ എത്ര മേസൺ ഉണ്ട്? 3 മേസൺസ്, 1000 rupees, 8 days. അപ്പോൾ 3 × 8 × 1000. 3 മേസൺസ് 8 days വർക്ക് ചെയ്യണം. ഒരു സാലറി എത്രയാണ്? ഒരു ജോബിന് കൊടുക്കുന്ന പൈസ എത്രയാണ്? 1000 rupees. അങ്ങനെയാണെങ്കിൽ 3 × 8 × 1000 is equal to 3നെ 8നോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 24 കിട്ടും. 24നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 24നെ കിട്ടും. ബാക്കി എത്ര 0 ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. ആ സീറോസ് റൈറ്റ് സൈഡിൽ ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. 24,000. അങ്ങനെയാണെങ്കിൽ ഹെൽപ്പേഴ്സിന് എത്ര ക്യാഷ് കിട്ടിയിട്ടുണ്ടാവും? 2 × 800 × 8. ദാറ്റ് മീൻസ് 2 × 8 എത്രയാണ്? 16. എന്നിട്ട് ഒരു 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിൻ്റെ കൂടെ ബാക്കി സീറോസും കൂടി ആഡ് ചെയ്യുക. 16 × 8നെ കൂട്ടുകാർക്ക് എങ്ങനെയൊക്കെ ചെയ്യാം? 16നെ സെപ്പറേറ്റ് ആക്കിയിട്ട് 8 × 2 ചെയ്യാം. വീണ്ടും ഒരു 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഈസിയായ മെത്തേഡ് അറിയുന്നവർ അങ്ങനെ ചെയ്യാം, അല്ലാത്ത രീതിയിൽ ചെയ്യാം. ഇനി പ്രൈസ് ഓഫ് 6 pen is 50 rupees. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 15 such pens? ഒരു പെന്നിൻ്റെ വില 6 രൂപ. 6 പെന്നിൻ്റെ വില ആണ് 50 രൂപ. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 15 such pens? അങ്ങനെയാണെങ്കിൽ നിങ്ങളത് ബുദ്ധി ഉപയോഗിച്ച് ചെയ്യണേ. 6 പെന്നിൻ്റെ വിലയാണ് 50 rupees. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 15 such pens? അങ്ങനെയുള്ള 15 പെന്നിൻ്റെ വില നമുക്ക് കിട്ടണം. നമുക്കറിയാം 6 പെൻസിന് 50 ആണെങ്കിൽ 3 പെൻസിന് എത്രയായിരിക്കും? 25. ഈസി അല്ലേ? 6 പെൻസിന്
6 പെന്നിന് 50 രൂപയാണെങ്കിൽ 3 പെന്നിന് എത്ര രൂപയാവുള്ളൂ? 25 രൂപ. ഇനി 6 പെൻസിന് 50 റുപ്പീസ് ആണെങ്കിൽ 12 പെൻസിന് എത്രയാവും? 100. അപ്പം ഈ 3 വാല്യൂസ് വെച്ചിട്ട് നമുക്ക് 15 പെന്നിന് എത്ര രൂപയാണെന്ന് കണ്ടുപിടിച്ചൂടെ? ഈസി. 3 പെന്നിന് 25, 6 പെന്നിന് 50, 12 പെന്നിന് 100. അങ്ങനെയാണെങ്കിൽ 15 പെൻസിന് എത്ര രൂപ കൊടുക്കണം? 12ന് 100, 3ക്ക് 25. അത് മൊത്തം ആഡ് ചെയ്താൽ പോരെ? 100 + 25. 12 പെൻസിന് 100 റുപ്പീസ് പ്ലസ് 3 പെൻസിനുള്ള 25 റുപ്പീസും ആഡ് ചെയ്താൽ 125 റുപ്പീസാണ് 15 സച്ച് പെൻസിന് നമ്മൾ കൊടുക്കേണ്ടത്. സി ഹൗ ദ നമ്പേഴ്സ് ആർ മൾട്ടിപ്ലൈഡ്. നൗ ഫിൽ ഇൻ ദ എംപ്റ്റി സർക്കിൾ. നമുക്ക് ഈ എംപ്റ്റി ബോക്സ് ഒന്ന് ഫിൽ ചെയ്ത് നോക്കാം. എങ്ങനെ ചെയ്യാം നോക്കൂ. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണേ. ഈ റോയും കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ആ സംഖ്യയാണ് ബോക്സിൽ എഴുതിയിട്ടുള്ളത്. 3 × 2 6, then 3 × 6 18, 5 × 2 10, then 5 × 6 3. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. ഇതേ രീതിയിൽ തന്നെ നമുക്ക് മുകളിലുള്ള കോളം ഫില്ല് ചെയ്യാം. എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നോക്കൂ. നമുക്ക് ഫസ്റ്റ് കോളത്തിൽ 11 ആണ് തന്നിട്ടുള്ളത്. ഈ 11 തന്നു. അടുത്ത നെക്സ്റ്റ് കോളം നോക്കൂ. 6, 22. ബാക്കിയൊക്കെ ഫില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ ബാക്കി നമ്മൾ ഫില്ല് ചെയ്യണം. എങ്ങനെ ചെയ്യാം? നമുക്ക് ഫസ്റ്റ് 11 എന്ന കോളത്തിലുള്ളൂ. സെക്കൻഡ് കോളത്തിൽ 22 ഉണ്ട്. 11ൻ്റെ നേരെ താഴെ എന്താണുള്ളത്? 22. 11 ആണ് മുകളിലുള്ളത്. ഇനി 11നെ 22 കിട്ടണമെങ്കിൽ നമ്മൾ ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 2 × 11 ആണ് 22. അവിടെ 2 കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൻ്റെ ആൻസറൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെ? ഇവിടെ 2 വന്നാൽ ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളം എന്താവും? 3 വരും. 11 കഴിഞ്ഞിട്ട് എന്ത് വരും? 8 വരും അല്ലേ? 11, 2 × 3 6 കിട്ടി. 2 × 11 22 കിട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്ത കോളം ഒന്ന് നോക്കൂ. ഇപ്പം നമുക്ക് ഏതൊക്കെ കിട്ടി? 3 കിട്ടി, 11 കിട്ടി അല്ലേ? ഇനി അടുത്ത കോളത്തിൽ എന്താണുള്ളത്? 15 ഉണ്ട്. 15 ഇവിടെ കിട്ടണമെങ്കിൽ 3ൻ്റെ എത്രാമത്തെ മൾട്ടിപ്പിളാണ്? 15 5. അപ്പം നമുക്ക് 5ഉം കിട്ടി. 5 കിട്ടി. 5 × 11 എത്രയാണ്? 55 അല്ലേ? ഇനി ഇവിടെ 5 കിട്ടിയാൽ ഈ കോളത്തിൽ ആൻസർ 40 ആണ്. 5ൻ്റെ എത്രാമത്തെ 5നെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 40 കിട്ടും? 8. അപ്പോൾ 5 × 8 14. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് അടുത്ത കോളം നോക്കൂ. ഇവിടെ 18 കിട്ടണമെങ്കിൽ നമ്മൾ 3 ആണ് മുകളിലുള്ളത്. 3നെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 80 കിട്ടുക? 6. അപ്പോൾ 3 × 6 18. അങ്ങനെയാണെങ്കിൽ 11നെ 6നോട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് ലഭിക്കും? 66 ലഭിക്കും. ഇനി 6 × 8 എന്താണ്? 48 ആണ് അല്ലേ? 6 × 8 48. 6നെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 42 ലഭിക്കുക? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. അപ്പോൾ ഈ കോളം എല്ലാം ഫില്ലായില്ലേ? ഇനി അടുത്തത് 11നെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 99 ലഭിക്കുക? 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9 × 11 99. അങ്ങനെയാണെങ്കിൽ 9നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 27 ലഭിക്കും. 8നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 72 ലഭിക്കും. 9നെ 7നോട് മൾട്ടിപ്ലൈ ചെയ്താൽ 63 ലഭിക്കും. ഈ ക്വസ്റ്റ്യൻ കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? വളരെ എളുപ്പമല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നമുക്ക് ചെയ്ത് നോക്കാം. റൈറ്റ് 2-digit numbers using the digit 1, 2, 3 without repetition.
റിപ്പീറ്റേഷൻ ഇല്ലാതെ 1 2 3 ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് എഴുതാം? ഒന്ന് എഴുതി നോക്കൂ. 12 13 21 23 31 32 അല്ലേ? അങ്ങനെയാണെങ്കിൽ റൈറ്റ് 2 ഡിജിറ്റ് നമ്പേഴ്സ് യൂസിങ് ദ ഡിജിറ്റ്സ് 1 2 3 4 വിത്തൗട്ട് റിപ്പീറ്റേഷൻ. ഇനി നേരത്തെ അതേ സംഭവം തന്നെയാണ്, ഒരു 4ഉം കൂടി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണം നമുക്ക് എഴുതാൻ പറ്റും നോക്കൂ. 12 13 14 21 23 24 31 32 34 41 42 and 43. These are the answers. 12 13 14 21 23 24 31 32 34 41 42 and 43 are the answers. So കൂട്ടുകാർ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കൂടുതൽ വീഡിയോകൾക്കായിട്ട് കാത്തു നിൽക്കണേ. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.